എന്താണ് ഈ പ്രസംഗം, ബൈബിൾ ക്ലാസ് തുടങ്ങിയതിന്റെ വ്യത്യാസങ്ങൾ എന്നൊക്കെ ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ 100 മൈൽ സ്പീഡിൽ ദൈവദാസൻ തനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പറയുന്ന ആർക്കും കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകാത്തതാണ് പ്രസംഗകന്റെ കഴിവ്. കാരണം അടുത്ത പ്രാവശ്യം അത് തന്നെ പറയാമല്ലോ. ബൈബിൾ ക്ലാസ് ആകുമ്പോൾ അല്പം കൂടെ സ്പീഡൊക്കെ കുറച്ച് അല്പം കൂടെ വിശദീകരണം നൽകി വചനത്തെ പറയുന്നതാണ് ബൈബിൾ ക്ലാസ് എന്നൊരു ധാരണ നമുക്കുണ്ട്. അത് ശരിയാണ്. എന്നാൽ പ്രധാനമായും തിരുവചനത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില പദങ്ങളുണ്ട്. ഒന്ന്, അത് ബൈബിൾ വായനയാണ്. വേദപുസ്തക വായന എന്ന് പറയാം, റീഡിങ് ഓഫ് ദ ബൈബിൾ. ദൈവവചനം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി ഉത്തേജനം പ്രാപിച്ചിട്ട്, അതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം. എല്ലാ ദൈവമക്കളും വചനത്തോട് നല്ല താല്പര്യമുള്ളവരും ഉത്സാഹമുള്ളവരും വചന കേൾവിയിൽ സന്തോഷിക്കുന്നവരും വചനത്തെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ അത്യധികം ഉത്സാഹിക്കുന്നവരുമാണെന്ന നല്ല ബോധ്യത്തോടു കൂടെ തന്നെ ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം, ഇറ്റ്സ് ഗോഡ് ബ്രെത്ത്. ദൈവത്തിന്റെ ശ്വാസം അതിനകത്തുണ്ട്. ശ്വാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ സ്ക്രീനിൽ എൻ്റെ മുഖം കാണുന്നു. നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കും, നിങ്ങളുടെ മുഖം കാണാൻ അറിയത്തില്ല. എനിവേ, എൻ്റെ ശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഓരോ വാക്കിനകത്തും കൂടെ ശ്വാസമാണ് പുറത്തു വരുന്നത്. എൻ്റെ വാക്കുകൾ കൂടെ ശ്വാസമാണ് വരുന്നത്. എൻ്റെ ജീവനാണ് പുറത്തു വരുന്നത്. ശ്വാസം അങ്ങോട്ട് വിടുന്നു, ശ്വാസം വലിക്കുന്നു, ഉച്ഛ്വാസം ചെയ്യുന്ന പോലെ തന്നെ ഗോഡ് ബ്രെത്ത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് എബ്രായലേഖന കർത്താവ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ജീവനുള്ളതിന്റെ കാരണം ദൈവത്തിന്റെ ശ്വാസം അതിലുണ്ട്. ഒന്നും കൂടെ തെളിവായി പറഞ്ഞാൽ, മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവമൂതിയ ശ്വാസം, അതാണ് വചനം. ആ ശ്വാസം അത് തന്നെയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കും, ഹല്ലേലൂയ, സകലതും ഉളവാകട്ടെ എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ദൈവത്തിന്റെ ജീവശ്വാസമായി, തന്റെ ജീവമായി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അതിന്റെ പിന്നിലുണ്ട് എന്നെപ്പോഴും നാം തിരിച്ചറിയണം. വചനം എന്ന് പറയുമ്പോൾ അക്ഷരമല്ല. നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് കല്ലിൽ കുത്തിയ അക്ഷരമായി അല്ലെങ്കിൽ കറുത്ത വേദപുസ്തകം എന്നൊക്കെ അഭിമാനത്തോട് പറയും. ഇപ്പൊ കറുപ്പൊക്കെ മാറി വെളുപ്പും ബ്രൗണും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ആ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്നാലും നമ്മുടെ ആ പഴയ ഒരു ശൈലിയിൽ കറുത്ത വേദപുസ്തകം എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നൊരു അഭിമാനം തന്നെയാണ്. നമുക്ക് സന്തോഷം തന്നെയാണ്. ഞാനും കൂടുതലും കറുത്ത പൈൻറ്റിട്ട ബൈബിള് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മുടെ ഒരു അഭിമാന വിഷയമായി അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം എന്നാൽ ഈ വചനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയണം. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഷിബു തോമസ് എന്നൊരാളിൻ്റെ പുറകിലുണ്ട്. ഫോണിൽ കൂടെ നിങ്ങൾ ആരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാണെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ വ്യക്തിയുടെ രൂപമാണ്. അതുപോലെ തന്നെ ദൈവവചനത്തിന്റെ പിന്നിലെ ദൈവം എന്ന രൂപത്തെ, ആ ദൈവത്തെ നാം കാണണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണേണ്ടതിന് യോഹന്നാൻ തിരിഞ്ഞു നോക്കി. കാരണം ദൈവത്തിന്റെ മാർബോട് ചാരിയിരുന്ന, യേശുവിനോട് ചേർന്നിരുന്ന യോഹന്നാൻ എപ്പോഴും അറിയാം, എവിടെ ദൈവശബ്ദം മുഴങ്ങിയാലും അതിൻ്റെ പിന്നിൽ ചേർന്ന് നിൽക്കുന്ന ദൈവമുണ്ടെന്ന്. തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപം താൻ കാണുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ട ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ കേവലം വാക്കുകളോ അക്ഷരങ്ങളോ സെന്റൻസുകളോ ഒന്നും അല്ല. ഇതൊക്കെ അതിനകത്തുണ്ടെങ്കിലും ജീവനുള്ള ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസമാണ് ദൈവത്തിന്റെ ശ്വാസമാണ്. അതുകൊണ്ടാണ് യോഹന്നാനൊക്കെ പറഞ്ഞത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അറിഞ്ഞതും അനുഭവിച്ചതുമായ ജീവന്റെ വചനം എന്ന ആ വചനം ഒരിക്കൽ, ദൈവത്തിന്റെ വചനം, ആ വചനം ഒരിക്കൽ മനുഷ്യരൂപമെടുത്തതാണ് യേശുക്രിസ്തു. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി. അപ്പൊ ദൈവത്തിന്റെ വചനം മനുഷ്യരൂപമെടുത്തപ്പോൾ അന്ന് ഭൂമിയിൽ സംസാരിച്ചത് യേശുവായിരുന്നു, യേശുവിന്റെ വചനം. അതുകൊണ്ടാണ് യേശുവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ആൾക്കാർ കൂടിയത്. അന്ന് പിന്നെ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട, ഇന്ന ആള് പ്രസംഗിക്കുന്നു, ഒന്ന് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ആളെ വിളിച്ചു കൂട്ടണ്ട. ജീവൻ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ ജീവന്റെ വചനമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ പ്രഭാഷണം, ഹി വാസ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാൻ പറ്റും. അന്നത്തെ കാലത്ത് കാരണം പരീശന്മാരും ശാസ്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചവരാണ്. ഇന്നത്തെ സിറോക്സ് മെഷീൻ പോലാണ് ശാസ്ത്രിമാർ. രാവിലെ എഴുന്നേറ്റിട്ട് തോറ പകർത്തി എഴുതുന്നതാണ് ജോലി. ഒരു ദിവസം ഏകദേശം 30ഓളം പേജുകൾ അവർ പകർത്തി എഴുതുമായിരുന്നു. അപ്പം
കാണാതെ എഴുതുമ്പോഴാണല്ലോ നമ്മൾ കാണാതെ പഠിക്കുന്നത്. അവരുടെ പ്രഭാഷണങ്ങൾ പള്ളിയിലും അങ്ങാടിയിലും ചന്തസ്ഥലത്തും ഒക്കെ കേട്ട് തഴമ്പിച്ച മനുഷ്യർ പെട്ടെന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വചനം കേട്ടപ്പോൾ ആകർഷമായി 5000 പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ തടിച്ചുകൂടുമായിരുന്നു. ഇന്നത്തെ പോലെ മൈക്രോഫോണും മെഗാഫോണും ഒന്നുമില്ലാത്ത സംവിധാനത്തിൽ യേശുവിന്റെ വചനം 3 ദിവസം വരെ കേട്ടിരിക്കത്തക്കവണ്ണം ക്ഷമയുള്ള ജനമായിരുന്നു. അതിന് കാരണം 3 കാരണങ്ങളാണ് പ്രധാനമായി യേശുവിന്റെ പ്രഭാഷണങ്ങളെ ജനത്തോട് ജനത്തെ പിടിച്ചു നിർത്തിയത്. ഒന്ന്, യേശുവിന്റെ പ്രഭാഷണം അവൻ ശാസ്ത്രിമാരെയും പരീശന്മാരെ പോലല്ല, പിന്നെ അധികാരമുള്ളവനായിട്ടാണ് സംസാരിച്ചത്. അപ്പം യേശുവിന്റെ വചനത്തിന്റെ അന്നും ഇന്നും പ്രത്യേകത അധികാരത്തിന്റെ വചനമാണ്. പറയുന്നവന്റെ മിടുക്കല്ല, വചനത്തിന്റെ അധികാരമാണ്. അത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒരു കൊച്ചു കുഞ്ഞ് നാം പറയുന്ന മെമ്മറി വേഴ്സ് എന്ന് പറഞ്ഞാലും അത് അധികാരമുള്ള വചനമാണ്. ഇറ്റ് ഹാസ് ദ ക്രിയേറ്റീവ് പവർ. സൃഷ്ടിക്കുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം. 2, യേശുവിന്റെ പ്രഭാഷണം ജനത്തെ ആകർഷിച്ചതിന്റെ കാരണം അത് നിന്റെ പക്കൽ ലാവണ്യ വാക്കുകൾ എന്നാണ്, സ്വീറ്റ് വേർഡ്. ആ ലാവണ്യം എന്ന് പറയുമ്പോൾ ചക്കര വാക്ക് മുഖസ്തുതിയല്ല, മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേദന അകറ്റുന്ന, മുറിവ് കെട്ടുന്ന, പ്രതിസന്ധികളിൽ ആശ്വാസം പകരുന്ന, മനുഷ്യനെ ആശ്വാസത്തിന്റെ ഉച്ചകോടിയിൽ കൊണ്ടെത്തിക്കുന്ന ലാവണ്യ വാക്കുകളായിരുന്നു യേശുവിന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് ജനം, മുറിവേറ്റവർ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നതിന്റെ കാരണം, അവന്റെ കാൽക്കൽ ഇരുന്നതിന്റെ കാരണം ആ ലാവണ്യ വാക്കുകളാണ്. അപ്പോൾ ഇന്നും ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത് മുറിവ് കെട്ടുന്ന ദൈവത്തിന്റെ വചനമാണ്. അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്നൊക്കെ നാം വായിക്കുന്നതിന്റെ അർത്ഥം അതാണ്. 3, യേശുവിന്റെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ പ്രഭാഷണം ഗലീല കടൽക്കരയുടെ അക്കരെ ഒരു പ്രഭാഷണം നടന്നു. ഇക്കരെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് വളരെ ആവേശമായി ജനം പറഞ്ഞു, നമുക്ക് സിവിൽ സപ്ലൈസ് മന്ത്രിയാക്കി കളയാം യേശുവിനെ, കാരണം ഭക്ഷ്യക്ഷാമം ഇതോടെ തീർന്നു കിട്ടുമല്ലോ. 40 വർഷം നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അതിരാവിലെ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന ലഭിച്ച് ശക്തന്മാരുടെ അപ്പം കഴിച്ചതുപോലെ യേശു കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ റോമാ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മിങ്ങനെ അടിമത്തത്തിലൊന്നും കിടക്കേണ്ട കാര്യമില്ല, ഭക്ഷണം, ഉപജീവനം, കാര്യം നടക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെ പടക് കയറി അക്കരെ പോയി യേശുവിന്റെ പുറകെ ചെറുപടകുകൾ പിടിച്ചുകൊണ്ട് 100 കണക്കിന് പുരുഷാരം അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രസംഗ ശൈലി മാറി. 1-ാം രാത്രിയിലെ പ്രസംഗമല്ല, 2-ാം രാത്രിയിലെ കൺവെൻഷന്റെ പ്രസംഗത്തിന്റെ ശൈലി മാറി. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കടിച്ചിട്ടും പട്ടുപോയെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വന്നു എൻ്റെ മാംസം ഭക്ഷിക്കണം. ജനത്തിന് ഇടർച്ചയായി മാറി. കാരണം അപ്പം തിന്നുവാൻ വന്നവർ മാംസം തിന്നണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് മാറിപ്പോയി. അപ്പോൾ ആൾക്കാർ വന്ന സ്പീഡില് ബോട്ടൊക്കെ പിടിച്ച് തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ 12 പേര് ചുറ്റിപ്പറ്റി നിൽക്കിയ ശിഷ്യന്മാര് യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? വേണേ പൊക്കെ, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവരിൽ തന്നെ പത്രോസ് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അപ്പം 3-ാമത് യേശുവിന്റെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് നിത്യജീവൻ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. അപ്പം ഈ 3 കാര്യങ്ങളാണ് കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെടാത്ത ദൈവവചനത്തിന്റെ ഓജസ്സും തേജസ്സും എന്ന് പറയുന്നത്. 1, ഇത് അധികാരമുള്ള വചനമാണ്. 2, ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലാവണ്യ വാക്കുകളാണ്. 3, ഇത് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന നിത്യ ജീവന്റെ മൊഴികളാണ്. അതെ, ഇന്ന് രാത്രിയിൽ ഞാൻ അതിന്റെ മുഖവര പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ വചനം നാം ഒരു ദൈവവൈതനെ സംബന്ധിച്ച് ഇത് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും 1, വായിക്കുക എന്നുള്ളതാണ്. വചന വായന, നിന്റെ ന്യായപ്രമാണം വായിക്കുക. അപ്പം അത് എല്ലാവരും വ്യക്തിപരമായി ചെയ്യുന്ന 1-ാമത്തെ ശുശ്രൂഷ. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, ഞാൻ ഇന്ന് രാത്രി മുഖവര പറഞ്ഞാണ് നിങ്ങളെ ഈ വചന ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം 1, മനസ്സിലായാലും മനസ്സിലായില്ലേലും വചനം വായിച്ചോണം. അതിന് തെളിവാണ് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണൻ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ശമരിയയിലെ തിരക്കുള്ള ശുശ്രൂഷയുടെ നടുവിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ ചെവിയിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, സന്ദേശം. ആത്മാവ് പറയുകയാണ്, എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകാം. നമ്മളൊക്കെ ആണെങ്കിൽ ആളും പേരും ഉള്ളിടത്ത് പോകാൻ സന്ദേശം കേട്ടാലാ പോകുന്നത്. ഇവിടെ മെഗാ ക്രൂസൈഡിന്റെ നടുക്ക് മിറക്കിൾ നടന്നുകൊണ്ടിരിക്കുക. ശമരിയ പട്ടണം ഇളകി മറിയുന്നെന്നാ പറയുന്നത്. ശമരിയ മുഴുവൻ സന്തോഷിച്ചു. ആ വിചാരങ്ങൾ അവിടെ പരാജയപ്പെടുന്നു. അത്ഭുത രോഗശാന്തി നടക്കുന്നു. അടുത്ത ക്രൂസൈഡിന്റെ ഡേറ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന ആളും പേരുമില്ലാത്ത ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക്. പക്ഷെ ആത്മാവ് പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ കൺവെൻഷൻ പറഞ്ഞു, ഓക്കെ വേറെ ആരെങ്കിലും ആശീർവാദം പറഞ്ഞോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് ഇറങ്ങി ഓടുകയാണ്. അപ്പൊ ഓടുന്ന വഴിക്ക് ചരിത്രം പറയാൻ എനിക്ക് സമയമില്ല.
അല്ലല്ല പോകുന്ന വഴിക്ക് ഇതാ ഒരു കുതിരവണ്ടി പോകുന്നു, അല്ലെങ്കിൽ രഥം പോകുന്നു. നമുക്കറിയാം ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ദുബായിലെ പോലെ നല്ല ടാറിട്ട മനോഹരമായ വീതികളൊന്നും അല്ല, നിർജ്ജന വഴിയില് മനുഷ്യൻ പോകാത്ത വഴി ആയതുകൊണ്ട് കല്ലും മുള്ളും അല്ലല്ല ഒക്കെ നിറഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ വഴി. ആ വഴിയിൽ കൂടെ അണച്ചണച്ച് ഒരു മനുഷ്യൻ ഓടുന്നു. മുന്നിൽ പോകുന്നത് രഥമാണ്. രഥം ഒരു 10-30 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോകും. അതിനകത്ത് ഇരിക്കുന്ന എത്യോപ്യ രാജ്യയുടെ മന്ത്രി, ആ വണ്ടി ഈ റോഡിൽ കൂടെ പോകുന്നതിന്റെ ശബ്ദം, പിന്നെ ഇതിനെ ഓടിക്കുന്ന തേരാളിയുടെ ചാട്ടവാറ് കൊണ്ട് കുതിരയെ അടിക്കുന്നതിന്റെ ശബ്ദം, പിന്നെ ഇതെല്ലാറ്റിന്റെ നടുക്ക് ഫിലിപ്പോസിന് മനസ്സിലായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏത് ഭാഗം വായിച്ചത്. ഇത് മനസ്സിലാകണമെങ്കിൽ ആ മനുഷ്യൻ എത്ര ഒച്ചത്തിലായിരിക്കും വായിച്ചത്. ഒന്നും മനസ്സിലായില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് എഴുതുന്നുണ്ട്, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പം മനസ്സിലാകാഞ്ഞിട്ടും പുള്ളി വായിച്ചു, പിന്നെ ഒച്ചത്തി വായിച്ചു, ആവേശത്തോടെ വായിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം വചനം വായിക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടായിരിക്കണം. എല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ലെന്നേ. വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ വെള്ളക്കുതിരയും മഞ്ഞക്കുതിരയും അല്ലെ മുദ്രയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരും. ഇതിന് പുസ്തകം അങ്ങ് മുദ്ര ഇട്ടേക്കാന്ന് ഓർത്തുണ്ട് പിന്നെ നമ്മൾ അങ്ങ് അടയ്ക്കും, അത് പിന്നെ തുറക്കാറില്ല. അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാലത്തിൽ അല്ലെങ്കിൽ ഈ 3ാം ക്ലാസ്സിലെ പിന്നെ സ്കൂളിലെ പുസ്തകം എടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയതിന്റെ കാരണം നമ്മൾ ഇത് വായിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വായിച്ചാൽ ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിസ്സാര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് യേശു പറഞ്ഞ പ്രവചനവുമായി ചേർത്ത് വെച്ച് വായിച്ചാൽ വെളിപ്പാട് പുസ്തകം ആർക്കും നിസ്സാരമായി മനസ്സിലാക്കാം. നാം ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലല്ല കൊച്ചു അല്ലല്ല കുട്ടിപ്രവാചകന്മാരെ പോലെ കാലഘട്ടത്തിന്റെ വെളിപ്പാടുകാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അല്ലല്ല അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. വരും ദിവസങ്ങളിൽ ഞാൻ അതിലൂടെ പ്രവേശിച്ച് ഈ ഭാഗം വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് വായനയാണ്. പരന്ന വായന, വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളെയും ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. 1189 അധ്യായങ്ങളുണ്ട്. ഒരു വർഷം ഒന്ന് നന്നായി മെനക്കെട്ടാൽ ഒരു ദിവസം ഒരു 8 അധ്യായം വായിച്ചാൽ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും വേദപുസ്തകം ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നാൽ ഒരു ഗുണം, വി വിൽ ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവവചനത്തിന്റെ ലോകം എന്താണെന്ന് നാം അറിയും. അത് ക്രോണോണിക്കൽ ഓർഡർ ആണെന്ന് വിശ്വസിക്കേണ്ട, ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യായം വായിക്കാം, ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം. പക്ഷേ ഒരു വർഷം കൊണ്ട് വേദപുസ്തകം ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് 2 വചന ധ്യാനമാണ്. വായനയുടെ അടുത്ത സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വചന ധ്യാനമാണ്. വചന ധ്യാനം എന്ന് പറയുമ്പോൾ വായിച്ച ഭാഗം എനിക്കെന്ത് പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിരുത്തി ധ്യാനിക്കുന്നതാണ് വചന ധ്യാനം. അതിന് ഒരു അധ്യായം മുഴുവൻ ധ്യാനിക്കണം, ഒരു വാക്യം മതി. ഒരു വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഷൻ എന്നൊക്കെ പറയുന്ന ഒരു അധ്യായം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പോർഷൻ എടുത്തിട്ടോ കുടുംബ പ്രാർത്ഥനയില് വ്യക്തിപരമായി ഒക്കെ ഇരുന്നു കൊണ്ട് ഒരു ദിവസം ഞാൻ ഇന്ന് 50 അധ്യായം ധ്യാനിച്ചു എന്നൊന്നും പറയണ്ട, ഒരു വാക്യം മതി. പള്ളിയിൽ പോകുന്നത് പോലും വചനം ധ്യാനിക്കാനാണെന്നാണ് സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എനിക്ക് അവിടെ പോയിട്ട് നിന്റെ മനോഹരത്വം കാണണം. ദൈവത്തിന്റെ മനോഹരത്വം കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ എനിക്ക് ആരാധിക്കണമെന്നോ, വേറൊന്നും കാണാതെ, പാസ്റ്ററെ കാണാതെ, വന്നവരിട്ടിരിക്കുന്ന ചുരിദാറിന്റെ കളറും പാസ്റ്ററുടെ ഡ്രസ്സും അച്ചായം വന്ന കാറിന്റെ നിറവും നോക്കാതെ എനിക്ക് പള്ളിയിൽ പോയി ദൈവത്തിന്റെ മുഖം മാത്രം കാണണം. അതിന്റെ അർത്ഥം ആരാധിക്കണം. 2, അവിടെ എനിക്കൊന്ന് ധ്യാനിക്കണം. ദൈവവചനം എനിക്ക് ധ്യാനിക്കണം. ദൈവത്തെ ധ്യാനിക്കുകയാണ്. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ ഉടയവനെ ധ്യാനിക്കുക. അത് തന്നെയാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്, എൻ്റെ നടപ്പും നിൽപ്പും ഇരിപ്പും പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെ വണ്ണം ഞാൻ ശ്രമിക്കുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും കാരണം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ അതിനെ ധ്യാനിക്കുന്നവൻ. ഞാൻ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, 63-ാം സങ്കീർത്തനം, എന്റെ പ്രാണൻ ആട്ടും സൂപ്പ് കുടിച്ചതിന്റെ ബലവാ, മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരുന്നു. അപ്പം ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കേട്ട പ്രസംഗത്തിന്റെയോ വായിച്ച ഭാഗമോ അല്ലെങ്കിൽ എടുത്തിട്ട് മനസ്സിനകത്ത് അതിനെ താലോലിക്ക്, പാമ്പറിങ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്തിൻ യുവർ ഹാർട്ട്, ഹൃദയത്തിന്റെ അകത്ത് ദൈവവചനത്തെ ധ്യാനിക്കുക എന്ന് പറയും. 3-ാമത്തെ ഭാഗമാണ് ദൈവവചന പഠനം എന്ന് പറയുന്നത്. അതാണ് അല്പം കൂടെ വിശാലമായി. പഴയ കാലത്ത് ദൈവസഭകളുടെ ഒരു അഭിമാനമായിരുന്നു ഒരാഴ്ച, ഒരു മാസം, 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന വേദപുസ്തക പഠനം, ബൈബിൾ ക്ലാസ്സുകൾ. ദൈവത്തിന്റെ കൃപയുള്ള, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, അഭിഷേകമുള്ള, നിറവുള്ള, വചന പരിജ്ഞാനമുള്ള, ലോകപരിചയമല്ല, വചന പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ മറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ തുറന്ന വേദപുസ്തകവും മടങ്ങിയ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെടുത്ത ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് കൈമാറുന്ന
ഒരു കാലം നമ്മുടെ പഴയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ 15 വർഷം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൺഡേ സ്കൂളിൽ പഠിച്ച ആളാണ്. 15 വർഷം അന്ന് പഠിച്ചതാണ് ഞാൻ പഠിച്ച ദൈവവചനം. പിന്നീട് പഠിച്ച ബൈബിൾ കോളേജുകളിൽ പഠിച്ച തിയോളജികളോ നേടിയ ബിരുദങ്ങളോ അല്ല. എനിക്ക് ലഭിച്ച ആത്മീയ അറിവ് എൻ്റെ മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകർ പലരും നിത്യതയിൽ പ്രവേശിച്ചു. പക്ഷേ അല്ലല്ലേ, അന്ന് പ്രായമുള്ള അപ്പച്ചന്മാർ വചനം വ്യാഖ്യാനിച്ചും പറഞ്ഞു തന്ന, കൃപയിൽ പറഞ്ഞു തന്ന 1 മണിക്കൂറത്തെ ഞായറാഴ്ചകളിൽ നിലനിൽക്കുന്ന സൺഡേ സ്കൂളുകളാണ് തിരുവചനം എന്ന ലോകത്തിന്റെ പരിചയത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ എനിക്ക് കാരണമായത്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വചന പഠനമുണ്ട്. വചന പഠനം എന്ന് പറഞ്ഞാൽ വിശദമായുള്ള ദൈവവചനത്തെ അതിന്റെ വിശകലനം ചെയ്ത് പഠിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അല്പം കൂടെ വചനത്തിന്, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആഴത്തിലേക്ക് ഇറങ്ങാന്നൊക്കെ പറയാം. അങ്ങനെ വചനത്തിന്റെ ആഴത്തിലേക്ക് പോവുക. സമയം അവങ്ങ് തിരിച്ചു കയറണമെന്നേ ഉള്ളൂ. ആഴത്തിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിന്റെ വചന പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് വചനത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ പോകുന്നത് നമ്മുടെ പഠനയാത്രയിൽ നമുക്കിത് വിശദീകരിക്കാം. നാം ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായി പല വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, ദൈവദാസൻ നിങ്ങൾ അല്ലല്ലേ അതിൽ നിന്ന് പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്ത് എന്നോട് ശുശ്രൂഷിപ്പാൻ ആവശ്യപ്പെട്ട വിഷയം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതമാണ്. എ ബ്രാൻഡ് ന്യൂ ലൈഫ്, എ ബ്രാൻഡ് ന്യൂ മാൻ, എ ബ്രാൻഡ് ന്യൂ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം പഴക്കത്തിന്റെ ജീവിതമല്ല, നാൾതോറും പുതുക്കത്തിന്റെ ജീവിതമാണ്. ഒരു പാക്കേജ് അല്ല, അല്ലല്ലേ, ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. പ്രായം കൊണ്ട് പഴക്കം വരാത്ത ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. പാരമ്പര്യം കൊണ്ട് മങ്ങലേൽക്കാത്ത ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. പഠനം കൊണ്ട് അല്ലല്ലേ അഹങ്കാരം വരാത്ത ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അറിവ് കൊണ്ട് തലക്കനം വരാത്ത ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. എന്നും ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കരുത്. ക്രിസ്തുവിൽ തെറ്റിദ്ധരിക്കരുത്. ചൈൽഡ് ലൈക്കും ഉണ്ട്, ചൈൽഡ് ഇഷ്യൂ ഉണ്ട് വേദപുസ്തകത്തിൽ. രണ്ടും കൂടെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. കുട്ടിത്വം ഉണ്ട്, അല്ലെങ്കിൽ ശൈശവം അല്ല ശിശു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. കുട്ടിത്വം എന്ന് പറഞ്ഞാൽ പക്വതയില്ലാത്തതാണ്. അതിനെയാണ് യേശു, നിങ്ങൾ പൗലോസും കർത്താവും ഒക്കെ ശാസിച്ചത് കുട്ടിത്വം എന്ന് പറയുന്ന ആ കൊച്ചു ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ ചൈൽഡ് ലൈക്ക്, ശിശുവിനെ പോലെ എന്നുള്ള ആകാംക്ഷ, ആ വാഞ്ച, വചനം പഠിക്കാനുള്ള വാഞ്ചയെക്കുറിച്ച് പത്രോസ് പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കുക. ജനിച്ച ശിശുവിന് ഉടനെ നിങ്ങൾ ടൈം ടേബിൾ കൊടുക്കത്തില്ല. മോനെ രാവിലെ 7 മണിക്ക് പാല് തരത്തുള്ളൂ, പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് നീ കരയാവൂ പാലിന് വേണ്ടി, രാത്രി പിന്നെ 8:30 ആകുമ്പോൾ നമ്മുടെ ഡിന്നർ സമയം, അന്നേരം പാല് തരത്തുള്ളെന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് മാതാപിതാക്കൾ പറയാറില്ല. കരയുക, പാല് കുടിക്കുക, കരയുക, പാല് കൊടുക്കുക. ഇതാണ് ദൈവവചനത്തോടുള്ള ആർത്തി, ക്രേവിങ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലയ്യ, ഞായറാഴ്ച സഭായോഗത്തിന് കിട്ടുന്ന 45 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് ഒരാഴ്ചത്തെ എൻ്റെ ആത്മീയ വിശപ്പ് മുഴുവൻ അടങ്ങുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ തെറ്റാണത്. അതല്ല, ആർത്തിയായിരിക്കണം. ദൈവവചനത്തോടൊരാവേശം, ഒരാർത്തിയായിരിക്കണം. കാരണം ജീവന്റെ വചനമാണ്. അവർ സ്പിരിച്വൽ ബർത്ത്, ആത്മീക ജനനം നടന്നത് തന്നെ വചനത്താലാണ്. ഒന്ന് പത്രോസി പറയുന്നുണ്ട്, അല്ലല്ലേ, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജം എന്ന നിത്യജീവന്റെ വചനത്താലാണ് നിങ്ങൾ അല്ലല്ലേ രക്ഷാപൂർത്തി പ്രാപിക്കുന്ന വചനജനനം. അവർ സ്പിരിച്വൽ ബർത്ത് ഹാസ് ഹാപ്പൻഡ് ഓൺലി ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവവചനത്താലാണ് ആത്മീക ജനനം നടന്നത്. ഇനി ആത്മീക വളർച്ച വരുന്നതാണ് പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നത്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചു. സ്പിരിച്വൽ ഗ്രോത്ത് ഇത് നടക്കേണ്ടതും ആത്മീക വചനത്താലാണ്. അപ്പം നമ്മുടെ ജനനവും വളർച്ചയും ഒക്കെ വചനത്താലാണ് നടക്കുന്നത് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യം. ഇത് നാളെ അവസരം കിട്ടുമ്പോൾ 1-2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഓർമ്മ വരും. കാണാതെ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇനിയും പിന്നെ ഒരു തെറ്റിദ്ധാരണ എല്ലായിടത്തും ഉണ്ട്, വേദപുസ്തകത്തിന്റെ വള്ളിയും പുള്ളിയും ഒന്നും മാറ്റരുതെന്ന് പറഞ്ഞപ്പോഴേ എഴുതിയിരിക്കുന്ന പോലെ തന്നെ വായിച്ചില്ലെങ്കിൽ ഏതാണ്ട് ശാപം വരുമെന്ന് പഠിപ്പിച്ച. അങ്ങനല്ല. ഞാൻ എൻ്റെ വേർഷനിലാണ് ഇപ്പൊ ബൈബിൾ പറയാറുള്ളത്. തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ വരുന്ന തലമുറയ്ക്ക് ബൈബിളിലെ പല പദപ്രയോഗങ്ങളും മനസ്സിലാകാറില്ല. ഇംഗ്ലീഷിൽ എല്ലാ വേർഷനും ഉണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ ഒരു പദം മാറ്റിയ ഉടനെ അതിനെ പൈശാചികം എന്നൊക്കെ പറയാറുണ്ട്. ആശയം മാറരുത്, ഉപദേശം മാറരുത്, ഉദ്ദേശം മാറരുത്, വചനത്തോട് നീതി പുലർത്തി തന്നെ നമ്മൾ സംസാരിക്കണം. അതുകൊണ്ട് ചില വാക്കുകളൊക്കെ ഞാൻ എൻ്റെ ഭാഷയിലാണ്. ആരണ്ട് പറഞ്ഞ കണക്ക് എല്ലാവർക്കും വേർഷൻ ഉണ്ട്, പിന്നെ എനിക്കെന്താ എൻ്റെ വേർഷൻ ആയിക്കൂടെ എന്ന് ചോദിച്ച കണക്ക് കിങ് ജെയിംസിന് വരെ ആകാൻ പറ്റും, പിന്നെ എനിക്കാണോ സ്വർഗീയ രാജാവിന്റെ പുത്രനായി എനിക്കൊരു വേർഷൻ ആയിക്കൂടെ എന്ന് ചോദിച്ച കണക്ക് നമ്മുടെ ഭാഷയിൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം വചനം നിങ്ങളുടെ കണ്ടന്റ് മനസ്സിലാക്കി കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. 2 കൊരിന്ത്യർ 5:17 വായിക്കണമെങ്കിൽ ആരെങ്കിലും വായിക്കാം. സൂം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാം.
ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിക്കുന്നത്. അപ്പോൾ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായമാണ് നാം ഈ വചന പഠനത്തിനായി ഉപയോഗിക്കുന്നത്. എന്താണ് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം, അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഗ്രഹിക്കാൻ ഈ 5-ാം അധ്യായമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ വരുന്നത് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എ ബ്രാൻഡ് ന്യൂ മാൻ ആൻഡ് എ ബ്രാൻഡ് ന്യൂ ലൈഫ്, ഒരു പുതിയ മനുഷ്യൻ, പുതുക്കപ്പെട്ട ജീവിതം എന്ന ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് അടുത്ത 7 ദിവസം, കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ, ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, നമ്മൾ ആ ലേഖനത്തെ കുറിച്ച് ഒന്നുകൂടെ വാക്യം പറഞ്ഞു പോകാം. നമുക്കറിയാവുന്നത് പോലെ തന്നെ 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 39ഉം പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും, നേരത്തെ ഓർപ്പിച്ച പോലെ 1189 അധ്യായങ്ങൾ. പിന്നെ അക്ഷരം വരെ പറയുന്നവരുണ്ട്, പിന്നെ എത്ര വാക്കുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് അധികം വിശ്വസിക്കുന്നില്ല. കാരണം ഓരോ വേർഷൻ അനുസരിച്ച് വാക്കുകളുടെ എണ്ണം മാറും, അക്ഷരത്തിന്റെ എണ്ണം മാറും. കിങ് ജെയിംസ് വേർഷനിലും ലിവിംഗ് ട്രാൻസ്ലേഷനൊക്കെ ചെല്ലുമ്പോൾ ഈ പറയുന്ന പദപ്രയോഗങ്ങൾ മാറും. ഇപ്പൊ തന്നെ മലയാളം ബൈബിളിലും പല ബൈബിള്, നമ്മൾ പ്രീമിയർ ബൈബിൾ ഉപയോഗിക്കാറുണ്ട്, ഓശാന ബൈബിൾ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, POC ബൈബിൾ നോക്കാറുണ്ട്. എല്ലാ വേദപുസ്തകം നോക്കുമ്പോൾ അക്ഷരത്തിനും വാക്കിനും ഒക്കെ എണ്ണം മാറുന്നതുകൊണ്ട് ആ ഉദ്യമത്തിന് പുറപ്പെടുന്നില്ല. 30,213 അക്ഷരം ഉണ്ടെന്നും വാക്കുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വേദപുസ്തകം, അതിലെ പുതിയ നിയമമാണല്ലോ നമ്മുടെ ചിന്ത. 27 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ തന്നെയുണ്ട്, 21 ലേഖനങ്ങൾ തന്നെയുണ്ട്. ആരംഭത്തിലുള്ളത് 4 സുവിശേഷമാണെന്ന് അറിയാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ വചന ധ്യാനത്തിലോട്ട് പ്രവേശിക്കണമെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകും. 4 സുവിശേഷങ്ങൾ, അതിലെ യേശുവിന്റെ ശിഷ്യന്മാരായ 2 പേര് മാത്രമേ സുവിശേഷം എഴുതിയിട്ടുള്ളൂ, മത്തായിയും യോഹന്നാനും. മർക്കോസും ലൂക്കോസും നേരിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ ഗണത്തിലുള്ളവരല്ല, പിന്നീട് കൃപയിലേക്ക് വന്ന് ശിഷ്യഗണത്തിൽ നമുക്ക് അഭിമാനിക്കുന്ന അപ്പോസ്തലന്മാരോ സുവിശേഷകരോ ആയിരിക്കാം. ആരംഭത്തിലെ മത്തായിയും യോഹന്നാനും മാത്രമേ ഉള്ളൂ യേശുവിന്റെ 12 അംഗ സംഘത്തിൽ ഉണ്ടായിരുന്ന സുവിശേഷകന്മാർ. അവരില് സുവിശേഷം നമുക്ക് തരുന്ന പാഠം യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, ശുശ്രൂഷ, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനം, യേശുവിന്റെ സ്വർഗാരോഹണം ഇത്യാദി വിഷയങ്ങളുടെ വിവരണമാണ് സുവിശേഷം നമുക്ക് കൈമാറുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒരു കണക്ഷനാണ്. അവിടെ നിന്നുകൊണ്ട് മത്തായി 16-ാം അധ്യായത്തിൽ യേശു പ്രഖ്യാപിച്ച, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ പണിയുവാൻ പോകുന്ന സഭ, എല്ലാവരും പണിയുന്ന സഭ ഞാൻ മിനുക്കിയെടുക്കുന്നതല്ല എൻ്റെ ജോലി. നമ്മളൊക്കെ വിചാരിക്കും IPC എബനേസർ ദുബായ്, ഞാൻ ശുശ്രൂഷിക്കുന്ന ഹെബ്രോൻ IPC ഒക്കലഹോമ, ഇതൊക്കെ ഞങ്ങൾ ആരോ തുടങ്ങിയതാണ്, ഞങ്ങളുടെ അല്ല, നമ്മുടെ സഭയല്ല, കർത്താവിന്റെ സഭ. പേരെന്തു ആയിക്കൊള്ളട്ടെ, എബനേസർ എന്നോ ഹെബ്രോൻ എന്നോ കാൽവറി എന്നോ അല്ലെങ്കിൽ മഹനീയം എന്നോ, വാട്ട് എവർ മേ ബി ദ നെയിം ടൈറ്റിൽ, സഭ ദൈവത്തിൻ്റെതാണ്, പണിയുന്നത് ദൈവമാണ്, നമ്മൾ കൂട്ടുവേലക്കാരാണ്. ആ പണിയിൽ നമുക്ക് പണിക്കാരാകാം. അതുകൊണ്ട് സഭ കർത്താവ് പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളത്തിന്റെ ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ. അതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പല വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആത്മീയ ദൂതുകൾ ഞാൻ അങ്ങോട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാതാള ഗോപുരം ജയിക്കത്തില്ലെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭ, ഞാനിപ്പോൾ പറയുന്നത് ദുബായ് സഭ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ശിശുവിടെ ഒക്കലോമ സഭ എന്നൊരു കെട്ടിടം, ഇവിടെ 10-500 പേര് ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, പാതാളത്തിന്റെ ഗോപുരങ്ങൾ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ മേൽ ജയമെടുക്കത്തില്ല. കാരണം അപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ, വിശ്വാസികളുടെ മനസ്സിൽ കൂടെ ഓടി വരുന്നത്, ഈ പാതാള ശക്തികളെല്ലാം കൂടെ എബ്രോൺ സഭയുടെ നേരെ വന്ന് ആക്രമിക്കുന്ന. അപ്പൊ അതല്ലല്ലോ, ഈ ഗോപുരം എന്ന് പറഞ്ഞാൽ നടക്കുന്ന സാധനം അല്ലല്ലോ. പാതാളത്തിന്റെ ഗേറ്റ്സ് ഓഫ് ഹെവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, പാതാള വാതിലുകൾ, പാതാളത്തിന്റെ ഗോപുരം. അപ്പൊ ഇത് നടക്കുന്ന സാധനമല്ല. പിന്നെ ഇതെങ്ങനെ എന്നെ ജയിക്കാത്തത്? അവിടാണ് നാം മനസ്സിലാക്കേണ്ടത്. പാതാള ഗോപുരം ദൈവസഭയെ ജയിക്കത്തില്ല എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ വീട്ടിൽ കയറി പിശാച് ആക്രമിക്കും നല്ല അർത്ഥം. നമ്മൾ അങ്ങനെയാണ് ഇതിനെ ശാസിക്കുന്നതും പ്രവാചകനെ വിളിച്ച് കുലുക്കി ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വരുന്ന സാധനമല്ല. ഇത് ഇരിക്കുന്നിടത്ത് സഭ അഡ്വാൻസ് ചെയ്യുകയാണ്. Not the Satan or the gates of heaven is attacking the church, but the church is advancing towards the gate of the hills. ശ്രദ്ധിക്കണം, ദൈവസഭ സുവിശേഷത്തിന്റെ വക്താക്കളായി, ദൈവസഭ ദൂതുമായി കടന്നു ചെല്ലുന്നിടത്തുള്ള പാതാളത്തിന്റെ ഗോപുരങ്ങളെ അതിജീവിച്ച്, ഉദാഹരണം, ഇസ്രയേൽ മക്കളുടെ നേരെ എരിഹോ വരുവല്ല, എരിഹോ മതിലിന്റെ നേരെ നടന്നു കയറുന്ന ഇസ്രയേൽ മക്കളെ പോലെ
ദൈവസഭ പിശാചിന്റെ ഗോപുരങ്ങളെ ജയിച്ചു കയറുമ്പോൾ ആ ഗോപുരങ്ങൾക്ക് സഭയുടെ അധികാരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആ സുവിശേഷങ്ങളിൽ വെളിപ്പെട്ട ദൈവസഭ, അതിന്റെ സ്ഥാപനമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകം തരുന്നത്. ഞാൻ എൻ്റെ സഭയെ പണി. അത് എങ്ങനാ പണിയുന്നത്? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം എന്ന ലൂക്കോസ് 24:49 വാക്യത്തെ അടിസ്ഥാനമാക്കി ദൈവത്തിന്റെ ശക്തിയില്ലാതെ, കൃപയില്ലാതെ സഭ പണിയാൻ ഇറങ്ങി പുറപ്പെടരുതേ എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് പഠിച്ച വാക്യം കൊണ്ട് മാത്രം തികയത്തില്ലെന്നും 3.5 വർഷം കണ്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതിലും കൂടുതൽ ചെയ്യുമെന്ന് കിട്ടിയ ദൂത് കൊണ്ട് മാത്രം നടക്കത്തില്ലെന്നും, ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരണം എന്ന് തിരിച്ചറിഞ്ഞ് ആലയം വിട്ടുപോകാതെ പ്രാർത്ഥിക്കുമ്പോൾ പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ആത്മനിറവിനാൽ, ആത്മശക്തിയാൽ സഭ സ്ഥാപിക്കപ്പെടുകയാണ്. യെരുശലേമിലെ മാളിക മുറിയിൽ 120 പേരുള്ള സംഘത്താൽ സ്ഥാപിക്കപ്പെടുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ, നാം പറയുന്ന സംഘടനയല്ല ഞാൻ ഈ പറയുന്നത്, കാലപ്പഴക്കത്തിൽ സഭാ സംഘടനകൾ ഉണ്ടായി. ആ സഭ അല്ലല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പത്രോസിന്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസിന്റെയും 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് എന്ന മനുഷ്യന്റെയും ജീവചരിത്രവും കൂടെ ചേർത്ത് വെച്ച് യെരുശലേം മുതൽ ഇല്യൂരിയ ദേശം വരെയും പടർന്നു പന്തലിക്കുന്ന സഭയുടെ അല്ലല്ല ആ മഹനീയ വളർച്ച നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സഭ, അത് കഴിയുമ്പോൾ ഈ സഭയുടെ തുടർചലനം എന്തായിരിക്കണം എന്നത് പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിൽ കൂടെ കൊടുത്ത നിർദ്ദേശങ്ങളാണ് ലേഖനങ്ങൾ. ലേഖനങ്ങൾ എന്താണെന്ന് ചോദിച്ച ഒറ്റ വാക്യം, യേശുവിന്റെ സ്വപ്നമായ ഞാൻ എൻ്റെ സഭയെ പണിയും. അതിന്റെ അല്ലല്ല ഉദ്ഘാടനം അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരുടെ കൈയാൽ ആത്മാവ് നടത്തി കൊടുക്കുന്നു. ആ നടത്തുന്ന സഭയെ ആ സ്ഥാപിക്കപ്പെട്ട സഭയെ നടത്തുന്നത് എങ്ങനായിരിക്കണം എന്നതിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂമ്പാരമാണ് ലേഖനങ്ങൾ. 21 ലേഖനങ്ങൾ അങ്ങനെയുണ്ട്. അതിലെ 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ആണ് എഴുതിയതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ തന്നെ ആക്ഷേപങ്ങളും പല സ്ഥലത്തുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് ഇങ്ങനെ വേണേ തരംതിരിക്കാൻ. ഞാൻ ലേഖനങ്ങളുടെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറയുകയാണ്. പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വിയോജിപ്പുള്ളവർക്ക് സന്തോഷത്തോടെ വിയോജിക്കാം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉത്തരവാദിയല്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഒന്നാമത് ചാക്രിക യാത്രാലേഖനങ്ങളാണ്. ട്രാവൽ ലെറ്റേഴ്സ് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. പൗലോസിന്റെ യാത്രകൾക്കകത്ത് പൗലോസ് എഴുതുന്ന ലേഖനങ്ങളുണ്ട്. അത് എഴുതിയ ഓർഡറിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കറിയാം, 1ഉം 2ഉം തെസ്സലോനിക്കർ അങ്ങനെ എഴുതിയ തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം അങ്ങനെ എഴുതിയതാണ്. പിന്നെ 1ഉം 2ഉം കോരിന്ത്യ ലേഖനങ്ങൾ അങ്ങനെ എഴുതിയതാണ്. റോമ ലേഖനം. ഇങ്ങനെയുള്ള ലേഖനങ്ങള് ട്രാവൽ ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന യാത്രാ ലേഖനങ്ങളാണ്. യാത്രാ വിവരണങ്ങൾ അതിനകത്തുണ്ട്. പൗലോസിന്റെ ഉപദേശങ്ങളുണ്ട്, സഭയെക്കുറിച്ചുള്ള ദൂതുകളുണ്ട്, അല്ല വ്യക്തിപരമായ സഭയെക്കുറിച്ചുണ്ട്, ലോക്കൽ സഭകളെ കുറിച്ചുണ്ട്, പ്രവിശ്യകളിലുള്ള ഗലാത്യ പോലുള്ള സഭകളിലുള്ള കുറിച്ചുണ്ട്. പൊന്തോസിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് പൗലോസിന്റെ ലേഖനങ്ങൾ പ്രിസൺ ലെറ്റേഴ്സ് ആണ്. അതിനെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വിളിക്കാം. ഇത് പ്രധാനമായും കൊലോസി ലേഖനം, എഫേസ് ലേഖനം, ഫിലോമോൻ, ഫിലിപ്പിയർ, ഇതിന്റെ ഓർഡറിലാണ് ഞാൻ പറഞ്ഞു പോയത്. അല്ലെങ്കിൽ എഫേസർ, ഫിലിപ്പിയർ, കൊലോസർ, ഫിലോമോൻ. ഇത് പൗലോസ് എഴുതുമ്പോൾ കയ്യിൽ ചങ്ങലയില്ല. പൗലോസ് സ്വാതന്ത്ര്യമായി വീട്ടുതടങ്കലിൽ പാർക്കുമ്പോൾ എഴുതുകയാണ്. പുറത്തു പോകാനും സ്നേഹിതരെ കാണാനും അവകാശമുണ്ട്, പക്ഷെ തടങ്കലിലാണ്, ഹൗസ് അറസ്റ്റ് എന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 31-ാം വാക്യമാണ് അതിന്റെ അടിസ്ഥാനം. അങ്ങനെ കൂലിക്കെടുത്ത വീട്ടിൽ പ്രാഗൽഭ്യത്തോടും വിഘ്നം കൂടാതെയും 2 വർഷം ദൈവവചനം സംസാരിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എഴുതിയതായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രിസൺ ലെറ്റേഴ്സ്. പക്ഷെ തടവുകാരനാണ്, പുറത്തു പോകാൻ അധികം സ്വാതന്ത്ര്യമില്ല. മൂന്നാമത് ഉള്ള പൗലോസിന്റെ ലേഖനങ്ങളാണ് പാസ്റ്ററൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഇടയ ലേഖനങ്ങൾ. അല്ലല്ല മൂപ്പന്മാർക്ക്, ഇടയന്മാർക്ക് എങ്ങനായിരിക്കണം ശുശ്രൂഷ രീതികള്, ശുശ്രൂഷകന്റെ സ്വഭാവം, ശുശ്രൂഷകന്റെ ലക്ഷ്യം ഇത്യാദി വിഷയങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് അല്ലല്ലേ പാസ്റ്ററൽ ലെറ്റേഴ്സ്. അത് 3 ലേഖനങ്ങളാണുള്ളത്. തിമത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങൾ, 1-2 തിമത്തിയോസും തീത്തോസിന്റെ ലേഖനങ്ങളും. ഇത് ചേരുമ്പോഴാണ് അതിനെ ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഒടുവിലത്തേത് അല്ലല്ല തിമത്തിയോസിന്റെ 2ാം ലേഖനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പൗലോസിന്റെ മരണത്തോട് അടുത്തുള്ള ലേഖനങ്ങളാണ് ആ ലേഖനങ്ങൾ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്ന പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം എന്നാണ് ഭൂരിപക്ഷം വിശ്വസിക്കുന്നത്. എന്നാൽ അല്ലെന്നും പറയുന്നവരുണ്ട്. നമുക്കത് വിഷയമല്ല. ഇത് യഹൂദ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം.
അല്ലല്ലേ? യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് അവിടെ കാണാനും കേൾക്കാനും ആഘോഷിക്കുവാനും പലതുണ്ടായിരുന്നിടത്ത് ഇവിടെ വന്നപ്പോൾ വിശ്വാസം എന്ന ഒറ്റ വാക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നും ഇവിടെ കാണാനൊന്നുമില്ല. ഇവിടെ അല്ലയ്യ, ഇവിടെ കേൾക്കാൻ അങ്ങനെ മുഴങ്ങിക്കേൾക്കുന്ന ഒന്നുമില്ല. ഇവിടെ അനുഭവം വിശ്വാസത്തിന്റെ കണ്ണാണ്. അകക്കണ്ണ് തുറന്നവന്റെ ആത്മീയം എന്ന വിഷയമാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതൊരു പൊതുലേഖനമാണ്. അപ്പോൾ തന്നെ യഹൂദ ക്രിസ്ത്യാനികൾക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അടുത്ത ഉള്ള അല്ലല്ല 7 കത്തുകൾ, 7 ലെറ്റേഴ്സ് പൊതുലേഖനങ്ങൾ തന്നെയാണ്, കോമൺ ലെറ്റേഴ്സ് ആണ് അല്ലയ്യ. അത് എഴുത്തുകാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. സുവിശേഷം കഴിഞ്ഞാൽ പിന്നെ ലേഖനങ്ങളിൽ എഴുത്തുകാരുടെ പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങളാണ് 7 ലേഖനങ്ങളാണ്. ഒന്ന് അത് യാക്കോബിന്റെ ലേഖനം, പിന്നീട് പത്രോസ് എഴുതിയ 1-2 ലേഖനം, യോഹന്നാൻ എഴുതിയ 1-2-3 ലേഖനങ്ങൾ, യൂദായുടെ ലേഖനങ്ങൾ. ഇത്രയും ലേഖനങ്ങൾ എഴുത്തുകാരന്റെ പേരിൽ എഴുതപ്പെട്ട് പൊതുലേഖനങ്ങളാണ്. ഇന്ന വ്യക്തിക്കല്ല, എല്ലാവർക്കും വേണ്ടി എഴുതുന്ന പൊതുലേഖനങ്ങളാണ്. അവസാനമായി വെളിപ്പാട് പുസ്തകം നമുക്കറിയാൻ പറ്റും, ദ ബുക്ക് ഓഫ് ദ എൻഡ് എന്ന് പറയുന്ന അവസാനത്തെ ബുക്ക്. ഇങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ പുസ്തക ക്രമീകരണം. ഇതിനെക്കുറിച്ച് തന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയങ്ങൾ വേണം. നമ്മുടെ ബൈബിൾ കോളേജ് അല്ലല്ലോ, നമ്മളിപ്പം ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ അല്പം കൂടെ സിലബസ് ചെറുതാണ്. അതുകൊണ്ട് നമുക്കിനിയും ആ ഭാഗത്തേക്ക് പോകാം. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരാൻ പോകുകയാണ്. എല്ലാവർക്കും പരിചയമുള്ള ലേഖനമാണ്. സാധാരണ നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട്. അധികം ഒന്നും അങ്ങനെ പിന്നെ വിശദമായിട്ടൊന്നും പഠിക്കാറില്ല നമ്മൾ. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ 5-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. AD 56-57 കാലഘട്ടങ്ങളാണ്. ഈ സ്ഥലവും കാലവും ചരിത്രവും ഒക്കെ പറയുമ്പോൾ ഇത് 100% അങ്ങ് ശരിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ പുസ്തകങ്ങൾ കൂടെയുള്ള അറിവാണ്. കാരണം അന്ന് പറയുന്ന ചരിത്രം 2000 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ചരിത്രം പറയുമ്പോൾ അതിന്റെ ആധികാരികത, വേദപുസ്തകത്തിൽ ഡേറ്റ് തരാത്ത കാര്യങ്ങൾക്ക് നമുക്ക് അതിന്റെ ആധികാരികത, എന്നാലും അറിവ് വെച്ചാണ്, അറിവുണ്ടല്ലോ അത് വെച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ അതിന് പിന്നെ വിയോജിപ്പുകളും പലതുണ്ട്. ഏകദേശം AD 56-57 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയിലേക്ക് ലേഖനങ്ങൾ, കത്തുകൾ അയക്കുകയാണ്. ലെറ്റേഴ്സ് ആണെന്ന് കൊടുത്തുവിടുന്നതും ആൾക്കാരുടെ കയ്യിൽ എഴുതി കൊടുത്തുവിടുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ് കൊരിന്ത്യ എന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ അപ്പോസ്തലനായ പൗലോസ് സഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും നമുക്കറിയാം. ഇറ്റലിയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ കൊരിന്തിലേക്ക് കടന്നു വന്ന അപ്പല്ലോസും പ്രിസില്ലയും എന്ന് പറയുന്ന ആ കുടുംബവും അവരോട് ചേർന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ കൂടാരപ്പണി, ടെന്റ് മേക്കിംഗ് എന്ന് പറയുന്ന കൂടാരപ്പണി, നമ്മൾ പറയുന്ന കണക്ക് അല്ല ഈ ചെറിയ പണിയൊന്നുമല്ല. ആ കാലഘട്ടത്തില് ഇന്നത്തെ നമ്മുടെ ഭാഷ പറഞ്ഞ വലിയ കൺവെൻഷൻ സെന്റർ ഒക്കെ നടത്തുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ബിസിനസ് തന്നെ ആയിരുന്നു. അങ്ങനെ പൗലോസ് ആ കൂടാരപ്പണി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അവിടെ ഏകദേശം 18 മാസം പാർത്ത് അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കും. അനേകർ യേശുവിനെ കണ്ടുമുട്ടി സുവിശേഷത്തിന്റെ വക്താക്കളായി മാറി. നല്ലൊരു സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ശബത്ത് തോറും പൗലോസിന്റെ പ്രസംഗം പള്ളിയിൽ നടക്കുമായിരുന്നു. ശബത്ത് തോറും, അവിടെ എഴുതിയിരിക്കും ശബത്ത് തോറും. അപ്പൊ 18 മാസം എല്ലാ ശബത്തിലും പൗലോസ് പ്രസംഗിക്കുമായി. ധാരാളം ആൾക്കാർ മുമ്പ് പൗലോസിനെ കേട്ട് പരിചയമുണ്ട്. പൗലോസിന്റെ പഴയ ചരിത്രവും പൗലോസിന്റെ പാണ്ഡിത്യവും പൗലോസിന്റെ കുടുംബ സംസ്കാരവും ഒക്കെ അറിയാവുന്ന പലരും ഇത് പറഞ്ഞാണല്ലേ പരത്തുന്നത്. നല്ല കാര്യവും മോശം കാര്യവും ഒരുപോലെ പറഞ്ഞു പരത്തുന്നവരാണ് നമ്മുടെ ആൾക്കാര്. അങ്ങനെ ആ കാലഘട്ടത്തിലും പൗലോസിനെ കുറിച്ചുള്ള നല്ല കേൾവി അവിടെയൊക്കെ വന്നിട്ട് ഇവന്റെ പ്രസംഗം കേൾക്കാൻ ആള് കൂടുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു നല്ലൊരു സഭ സ്ഥാപിതമായി. കാലപ്പഴക്കത്തിൽ സഭ അങ്ങ് വളർന്നു. സഭ വളരും, കാലപ്പഴക്കത്തിൽ വളരും. അത് സഭ അങ്ങ് സമ്പന്നമായി, ആത്മീകമായി സമ്പന്നമായി എന്നാ പറയുന്നത്. ഒരു കൃപാവരത്തിലും കുറവില്ല. ഒരാൾ അങ്ങോട്ട് എഴുന്നേറ്റുന്നോണ്ട് പ്രവചിച്ചാൽ അടുത്ത ആൾ അന്യഭാഷ പറയും, അടുത്ത ആൾ അതിനെ വ്യാഖ്യാനിക്കും, അടുത്ത ആൾ രോഗശാന്തി, ഭൂതശാന്തി. എന്തൊരു അനുഗ്രഹം ഒരു സഭയിലൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ. നമുക്കാണെങ്കിൽ നമ്മൾ കൊതിക്കുക. കാരണം എവിടെന്നെങ്കിലും പ്രവാചകം വരണം, എവിടെന്നെങ്കിലും ഒരു പാസ്റ്ററെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്ന പോലൊക്കെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയിൽ തന്നെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കണം, ശുശ്രൂഷയ്ക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം കാലം കൊണ്ട്. ഞാൻ ഈ പൗലോസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ, ഞാൻ പോളൈൻ തിയോളജിയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ട വിഷയം. പൗലോസിനെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, പ്രസംഗിക്കുന്നതിന്റെ കാരണം പൗലോസ് എന്ന പ്രാർത്ഥനാ മനുഷ്യനെ എനിക്കറിയാം. പൗലോസ് എന്ന സഞ്ചാര ശുശ്രൂഷകനെ എനിക്ക് ഇഷ്ടമാ. 14 ഈടുറ്റ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി എഴുത്തുകാരനെ എനിക്ക് ഇഷ്ടമാണ്. പൗലോസിന്റെ ഉത്തരീയം വലിച്ചെറിഞ്ഞ് റൂമാൽ വലിച്ചെറിഞ്ഞ രോഗികൾ സൗഖ്യമാകുന്ന പൗലോസ് എന്ന അത്ഭുത രോഗശാന്തി ശുശ്രൂഷകനെ എനിക്ക് ഇഷ്ടമാണ്. 3-ാം സ്വർഗത്തോളം എടുത്ത ദിവ്യ ദർശനങ്ങളുടെ വെളിപ്പാടുകളുടെ ഉപദേശകൻ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പൗലോസിനെ ബഹുമാനിക്കുന്നത്, ഇതെല്ലാം അഭിമാനത്തോടെ കാണുമ്പോൾ തന്നെ, യൗവനക്കാരെ വാർത്തെടുത്ത ഒരു കരുത്തുള്ള സുവിശേഷകൻ. തിമത്തിയോസ് എന്ന നിജപുത്രനെയും തീത്തോസ് എന്ന നിജപുത്രനെയും ശുശ്രൂഷയുടെ വലങ്കരമേൽപ്പിക്കുന്ന
അഭിമാനം. നമ്മുടെ സഭകൾക്ക് തെറ്റിദ്ധരിക്കാൻ ഇത്രയും ദൂരം ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഏതായാലും അങ്ങ് പറയുകയാണ്, നമ്മുടെ സഭകൾക്ക് പറ്റുന്ന ഒരു അപജയം എന്ന് പറഞ്ഞാൽ കസേര വിട്ടുകൊടുക്കാത്ത ആത്മീയ നേതൃത്വങ്ങൾ. ഞാൻ സഭാ ശുശ്രൂഷ എന്നുള്ള വിഷയത്തിലല്ല പറയുന്നത്. നേതൃത്വങ്ങൾ 90-ാമത്തെ വയസ്സിലും അല്ലല്ലേ സിംഹാസനത്തിൽ ഇരുന്നേ ഞാൻ മരിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം അല്ലല്ലേ നമ്മുടെ മർത്തോമാ സഭയിലെ 2 തിരുമേനിമാരുടെ അടക്കം ഞാനൊന്ന് വാച്ച് ചെയ്തായിരുന്നു. കസേരയോടെ അടക്കത കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു, ഇതങ്ങ് കൊടുത്തിട്ട് വേറൊരു കസേര ഇതങ്ങ് കൊടുത്തേര്, കാരണം മാറുന്നില്ലെങ്കിൽ ഇതങ്ങ് കൊടുത്തേര്. ഈ കസേരയാണ് വിഷയമെങ്കിൽ, കാരണം 80-ാമത്തെ വയസ്സിലും അല്ലലിയ എനിക്ക് മുന്നിൽ നിൽക്കണം. നല്ല കാര്യമാണ്, നേതൃത്വത്തിന് ഞാൻ അഗനിസ്റ്റ് അല്ല, ഞാനും അല്ലലിയ നേതൃത്വം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ യൗവനക്കാരെ വളർത്തിയെടുക്കുന്നതാണ് ആത്മീയ കാഴ്ചപ്പാട്. അടുത്ത തലമുറയെ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറ്റുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വരണം. അതിന് നമ്മൾ ഉത്സാഹിക്കണം. ദൈവസഭ അതിന് മുൻതൂക്കം കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം നടത്തണം. അതല്ല, പഴമയുടെ തഴക്കം കൊണ്ട് മാത്രം ആത്മീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഞാൻ അത് വിശദീകരിക്കാം ജീവന്റെ പുതുക്കത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന്. അങ്ങനെ സഭ ആത്മീയമായി അങ്ങ് സമ്പന്നമായി. അപ്പോൾ തന്നെ ആത്മീക സമ്പന്നതയുടെ നടുവിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ തലവെക്കാൻ തുടങ്ങി. അപ്പം ഒരു സഭയും പൂർണ്ണതയുള്ളതല്ല. ഞാൻ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അതിനകത്ത് നാം പറയുന്ന സംഘ കൂട്ടായ്മ ഫെലോഷിപ്പ് പൂർണ്ണതയുള്ളതല്ല. എത്ര നല്ല പാസ്റ്റർ ആണേലും, എത്ര പ്രാർത്ഥന നടത്താലും, എത്ര പ്രസംഗം കേട്ടാലും അതൊക്കെ ചുവരുകൾക്കകത്ത് മാത്രം കുടുങ്ങി നിൽക്കുന്ന ആത്മീയമായി പുറത്തിറങ്ങി കഴിയുമ്പോൾ അല്ലല്ല പഴയ കൊരിന്ത് അകത്ത് കയറുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ കാണുന്നുണ്ട്. പഴയ പ്രശ്നങ്ങൾ സഭയിലുണ്ടായി. വിഭാഗീയത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ചുണർത്തുന്നു. സഭയിൽ ഇപ്പം 4 പാർട്ടിയാണ്. പാനൽ എന്നൊക്കെ നമുക്ക് വിളിക്കാം. 4 പാർട്ടിയാണ്. ഓഗസ്റ്റ് ഒക്കെ അടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ പൊങ്ങി വരും. 4 പാനലാണ് സഭയിലുള്ളത്. ഒരു കൂട്ടർ പറഞ്ഞു, നല്ല കാര്യങ്ങൾ കേട്ടോ, തെറ്റൊന്നുമല്ല കേട്ടോ. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ പത്രോസിന്റെയാണ്. കാരണം അല്ലല്ല മുക്കുവനെ പിടിച്ച് ദൈവകൃപ ജ്വലിപ്പിച്ചിട്ട്, അക്ഷരമറിയാത്തവനെ പിടിച്ചിട്ട് ദൈവത്തിന്റെ കൃപ ജ്വലിപ്പിച്ചത് കൊണ്ട് അനുഭവ സമ്പത്തുള്ള അല്ലല്ല കൃപാവരമുള്ള ജ്വലനമുള്ള അല്ലല്ലേ അത്ഭുത രോഗശാന്തി വരപ്രാപ്തനായ ഞങ്ങൾ പത്രോസിന്റെ കൂടെ നിൽക്കും. നല്ല കാര്യം, നിന്നോ, കൂട്ടത്തിൽ നിന്നോ. രണ്ടാമത്തെ ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ പൗലോസിന്റെ കൂടെയാണ്. ഇച്ചിരി വിദ്യാഭ്യാസം വിവരവും കഴിവൊക്കെ ഉണ്ടല്ലോ, മിടുക്കനാണ്, അതുകൊണ്ട് പഴഞ്ചനല്ല, ഇച്ചിരി മോഡേൺ ആണ്, കഴിവൊക്കെ ഉള്ള അല്ല, പൗലോസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിന്റെ കൂടെ. പുള്ളി നല്ല പ്രാസംഗികന, വാക്ക് വൈഭവം ഉള്ളവനാണ്, എലക്വന്റ് പ്രീച്ചറാണ്, ആൾക്കാരെയൊക്കെ ക്രൗഡ് പുള്ളരാ, പിടിച്ചു നിർത്താൻ കഴിവുള്ള, വാക്ചാതുര്യമുള്ള ഒരു ഇൻഫ്ലുവൻസ്ഡ് മാനാണ് അപ്പല്ലോസ്. അലക്സാണ്ട്രിയക്കാരനാണ്, ഗ്രീസിലെല്ലാം പഠിച്ച് അല്ലെങ്കിൽ നല്ല കഴിവുള്ളവനാണ് അലക്സാണ്ട്രിയക്കാരന്. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പാർട്ടി ഒന്നുമില്ല, ഞങ്ങൾ യേശുവിന്റെ കൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലല്ല, എന്ത് വന്നാലും ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. അപ്പൊ പണ്ടൊരാള് പറഞ്ഞ കണക്ക്, ഞാൻ അത് പേരൊന്നും പറയുന്നില്ല, ഈ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ അല്ലേലിയോ പറയുന്നവരൊന്നും അല്ല വോട്ട് തരുന്നത്, അതിന് വേറെ ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗത്തിന്റെ ആവേശം കേട്ട് കൈപൊക്കിയുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഞാനാണ് ജയിക്കേണ്ടത്, അല്ലെങ്കിൽ സഭായോഗത്തിന് കൂടി ആള് വെച്ച് നോക്കിയാൽ എനിക്കാണ് 1ാം സ്ഥാനം കിട്ടേണ്ടത്. പക്ഷെ വോട്ട് വന്നപ്പോൾ എനിക്കാണ് വട്ടപൂജ്യം. കാരണം സഹോദര, നിനക്ക് തെറ്റിപ്പോയി, ദൈവദാസ തെറ്റിപ്പോയി. കാരണം ഹല്ലേലൂയ പറയാൻ കൈപൊക്കുന്നവർക്ക് വേറൊന്നിനും നേരമില്ല. ആത്മീയത്തിൽ വളർന്നവർക്ക് മറ്റതിന്റെ പുറകെ നടക്കാൻ സമയമില്ല. ഞങ്ങൾ യേശുവിന്റെ പക്ഷക്കാർ. ഇതറിഞ്ഞ പൗലോസ് അല്ലയ്യ സഭയിൽ അങ്ങ് ദുർനടപ്പ്, ആത്മീയത്തിന്റെ ഉച്ചകോടിയില്ല, കൃപാവരത്തിന് കുറവൊന്നുമില്ല. പക്ഷെ അതിനിടയ്ക്ക് സഭയിൽ ദുർനടപ്പ്, ആഭിചാരവും വ്യഭിചാരവും സഭയ്ക്കകത്ത് കടന്നുകൂടുന്നു. അല്ലയ്യ വ്യവഹാരങ്ങൾ, കേസുകൾ, വഴക്കുകൾ. നമുക്ക് ഇന്നത്തെ സഭകളുമായി ഇത് സമാനത തോന്നുന്നെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, നിങ്ങൾ വായിക്കുന്ന പേപ്പറിന്റെ കുഴപ്പമാണ്. ഞാൻ ഈ പറയുന്ന ഈ പ്രസംഗം നിങ്ങൾക്ക് അയ്യോ ഇത് ഇപ്പൊ നടക്കുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വായിക്കുന്ന ന്യൂസുകൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. കാരണം സഭയിൽ വ്യവഹാരം, ക്രൈസ്തലോടല്ലേ, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാർ വളർത്തിയെടുത്ത ദൈവിക സഭകൾ ഹല്ലേലൂയ കാലപ്പഴക്കത്തിൽ വ്യവഹാരങ്ങളുടെ കൂമ്പാരമായി സഭകൾ മാറുകയാണ്. സ്തോത്രം. വിവാഹം വിലക്കുന്നു സഭയ്ക്കകത്ത്. സ്തോത്രം. സ്ത്രീകളുടെ സ്ഥാനം എന്താണെന്ന്, സഭയിൽ സ്ത്രീകൾക്ക് എന്താണ് സ്ഥാനം, വസ്ത്രധാരണം എന്താണ് സഭയിൽ, കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം ഇത്യാദി വിഷയങ്ങൾ ഹല്ലേലൂയ സഭയിൽ സംശയമായി. കർത്തൃമേശയുടെ ആചരണം, എങ്ങനെയാണ് കർത്തൃമേശ ആചരിക്കേണ്ടത്? ഹല്ലേലൂയ സഭയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഹല്ലേലൂയ അമ്മാച്ചനും അളിയനും അനന്തരവനും സഭയിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവനെ ശിക്ഷിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. ശിക്ഷണ നടപടി സഭയിൽ എങ്ങനെ ആയിരിക്കും? ഇനിയും മരണാനന്തര ജീവിതം ഇവിടം കൊണ്ട് തീരുവോ? ആശീർവാദം പറഞ്ഞാൽ അടുത്ത ആശീർവാദമാണോ ഞങ്ങളുടെ സ്വപ്നം? അതോ ഇവിടെ പറഞ്ഞ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ആമേൻ അക്കരെ നാട്ടിൽ കേൾക്കേണ്ടതാണോ ഞങ്ങളുടെ സ്വപ്നം? അടുത്ത സഭായോഗത്തിന് വരുന്നതാണോ? അടുത്ത കൺവെൻഷൻ നടത്തുന്നതാണോ? കമ്മിറ്റി, കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നതാണോ? പന്തല് നാട്ടുകർമ്മം നടത്തുന്നതാണോ ഞങ്ങളുടെ ലക്ഷ്യം? അതോ
യേശുവിന്റെ വരവ് വാതുക്കലാണ്. ഇത്യാദി വിഷയങ്ങളെ കുറിച്ചുള്ള സംശയം അകത്തങ്ങോട്ട് അങ്കുരിച്ചു കഴിഞ്ഞപ്പോൾ ഈ എപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആത്മീയര്, അവര് ക്ലോവയുടെ ആൾക്കാര് അല്ലെങ്കിൽ അവരുമായി കത്തൊക്കെ അയച്ചിട്ട് അവരെല്ലാം കൂടെ ചേർന്ന് ഒരു സഹോദരിയും കൂട്ടുകാരോടെ ചേർന്നുകൊണ്ട് കത്തയച്ചു, പൗലോസേ, അപ്പോസ്തലനായ പൗലോസ്, അങ്ങല്ലയോ സഭ സ്ഥാപിച്ചത്, അങ്ങല്ലയോ ഞങ്ങളെ വചനം പഠിപ്പിച്ചത്. ഇന്ന് കാണുന്ന ഈ പ്രകടമായ സഭയിലെ വ്യത്യസ്തതകൾ, ഭിന്നതകൾ, ഇന്ന് കാണുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഇതിന്റെ സംശയ നിവാരണത്തിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അയച്ച 2 കത്തുകളാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനം. 1-ാം ലേഖനത്തിൽ വിഷയാസ്പദമായ വിഷയങ്ങളെ ഖണ്ഡിച്ചും അതിനെ സ്വാധീകരിച്ചും പൗലോസ് സംസാരിക്കുന്നു. 2-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായം മുതൽ തന്റെ വ്യക്തിപരമായ ഒരു ഡിഫൻസും കൂടെ അതിനകത്ത് കാണുന്നുണ്ട്. തന്റെ ജീവിതം കൂടെ ചോദ്യം ചെയ്യപ്പെട്ടത് കൊണ്ട് അതിനൊരു മറുപടിയും കൂടി ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ചിന്താ വിഷയമല്ല. എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ചിന്തിക്കാം. എന്നാൽ ഇതിന് മൊത്തം ചേർത്ത് പൗലോസ് പറഞ്ഞ ഒരു മറുപടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 സഭയിലെ ഭിന്നതയ്ക്കും കലഹത്തിനും സഭയിലെ ദുർനടപ്പിനും അശുദ്ധിക്കും, സഭയിലുണ്ടായ കലഹത്തിനും പ്രത്യാശ വിഷയത്തിനുള്ള സംശയത്തിനും സഭയിലെ ശിക്ഷണ നടപടികൾക്കും എല്ലാം കൂടെ ചേർത്ത് പൗലോസ് കൊടുത്തൊരു മറുപടിയാണ് 2 കൊരിന്ത്യർ 5:17. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഴയ ആളുകളേ അല്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ സൃഷ്ടി ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ കലഹമുണ്ടായത്. നിങ്ങൾക്ക് 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരിക്കാം, പകലോ മറ്റം കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നവരായിരിക്കാം, സെന്റ് തോമസ് സ്നാനപ്പെടുത്തിയെന്ന് വേണേൽ നിങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ യെരുശലേമിലും പോയി യോർദാനി വേണേ 2ാമതൊരു സ്നാനം കൂടെ കഴിച്ചെന്ന് പറഞ്ഞേക്കാം. പക്ഷേ until and unless you recognize that you are a brand new person in Christ, you will continue the same spirituality. ഞാനൊരു പുതിയ മനുഷ്യനാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം എൻ്റെ ആത്മീയ ജീവിതം പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു പകർന്ന പോലെ ആയിരിക്കും. തുരുത്തി പൊളിഞ്ഞു പോയി, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആത്മീയരായി മാറി. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു മാറ്റങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ദുബായി പോയിട്ട് എത്ര വർഷം? ഞാൻ 1994 ആദ്യമായിട്ട് ദുബായില് സെന്റ് ആൻഡ്രൂസ് ചർച്ചിൽ അബുദാബിയിലെ എക്യുമെനിക്കൽ കൺവെൻഷൻ എൻ്റെ 24ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ദുബായ് വരുന്നതാണ്. അന്ന് തന്നെ ബ്രദർ ഷിബു തോമസ് അറിയപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. ദുബായിലെ എബ്രാലിംഗൻ അച്ഛനുണ്ടായിരുന്നു, വേറെ കനാനായിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എക്യുമെനിക്കൽ കൺവെൻഷനാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ അബുദാബി പ്രസംഗിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടമൊക്കെ മാറി. അന്ന് കുറച്ച് പേര് എനിക്ക് 91-ൽ 94-ലെ കാര്യം പറഞ്ഞു. പിന്നീട് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിൽ സഭകൾക്കുണ്ടായ വളർച്ചകളും ആത്മീയ മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വന്ന ആരംഭത്തിലെ ദുബായ് 40 വർഷം മുമ്പ് 50 വർഷം മുമ്പ് വന്നവരൊക്കെ അവിടെ ഉണ്ടല്ലോ. അന്ന് കാണുന്ന ദുബായും ഇന്നത്തെ ദുബായും തമ്മിൽ നിങ്ങൾക്കറിയാം നന്നായിട്ട് എന്താണ് മാറ്റങ്ങൾ. നമ്മൾ അതിനെ ഉൾക്കൊണ്ടു അല്ലെ? മരുഭൂമികളെ റോഡുകളൊക്കെ മാറിയതും അവിടുത്തെ കാലാവസ്ഥകൾക്കുണ്ടായ വ്യത്യാസങ്ങളും ആഡംബരങ്ങളും കെട്ടിടങ്ങളുടെ വലുപ്പങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. മാറ്റങ്ങൾ, കാലഘട്ടം വരുത്തിയ മാറ്റങ്ങൾ എല്ലായിടത്തും വ്യക്തതയാണ്. നമ്മുടെ ഭാരതത്തിലും ഒക്കെ ഉണ്ട്, വ്യക്തതാണ്. വികസനമാണ് എല്ലായിടത്തും. കുതിച്ചുചാട്ടം ആത്മീയ ലോകത്തിലും നമുക്ക് കുതിച്ചുചാട്ടങ്ങളാണ്. ആത്മീയ ലോകത്തിലും നമുക്കറിയാലോ കുതിച്ചുചാട്ടമാണ്. അതിൻ്റെയൊക്കെ നന്മ അനുഭവിക്കുന്നവരാണ് നമ്മൾ. വീട്ടിലിരുന്നാൽ സാധനങ്ങൾ വീട്ടുവാതുക്കൽ വന്നു വരുന്ന കാലഘട്ടത്തിലേക്ക് ഭക്ഷണം പോലും കുക്ക് ചെയ്യേണ്ട. ഇപ്പൊ ആരോട് പറഞ്ഞു കേട്ടു വീട് വെച്ചപ്പോൾ അടുക്കള വെക്കണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം അത്രയും കൂടെ സ്ഥലം നമുക്ക് ലാഭിക്കാമല്ലോ. കാരണം ഏത് ഭക്ഷണവും വീടിന്റെ വാതുക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് പാത്രം കഴുകണ്ട, സമയം കളയണ്ട, എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ എല്ലാ മാറ്റങ്ങളും നാം ഉൾക്കൊണ്ടു, എല്ലാ മാറ്റങ്ങളെയും നാം അംഗീകരിച്ചു, എല്ലാറ്റിന്റെ ഉപഭോക്താക്കളായി. വി ബിക്കം ദ കൺസ്യൂമേഴ്സ് ഓഫ് എവരി ചേഞ്ചസ്. എല്ലാറ്റിന്റെ ഉപഭോക്താക്കളായാലും അന്നും ഇന്നും മാറ്റം ഇഷ്ടപ്പെടാത്തത് നമുക്കാണ്. നമുക്കൊന്നും മാറാൻ താല്പര്യമില്ല. അന്നും ഇന്നും മനുഷ്യന് തന്റെ സ്വഭാവം, പ്രകൃതി മാറ്റുവാൻ താല്പര്യമില്ല. അതിന്റെ മൂല കാരണം ആദമിൽ കണ്ട അനുസരണക്കേടും ദോഷപ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു ചായ്വ് നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന് ജീവന്റെ ദാതാവായ ദൈവം കൊടുത്ത ജീവനുണ്ടെങ്കിലും അവനിൽ ദൈവതേജസ് നഷ്ടപ്പെട്ടതിന്റെ പ്രാകൃതികമായ ആ പ്രകൃതിയായുള്ള ദോഷപ്രവൃത്തി ഉള്ളിൽ കിടക്കുന്നത്, അത് തലമുറ കൈമാറി എല്ലാ മനുഷ്യന്റെയും അകത്ത് ഉള്ളിൽ പാപം
മോഹം, കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുവാൻ കഴിയാതെ കുടികൊള്ളുന്ന ഈസിലി എൻറ്റാങ്കിൾ എന്ന് പറയുന്ന 19-ാം സങ്കീർത്തനത്തിലെ സ്വമേധാപാപങ്ങൾ, ഹല്ലേലൂയ, മാറ്റുവാൻ കഴിയാതെ, പിടിച്ചടക്കുവാൻ കഴിയാതെ അകത്തിങ്ങനെ നാമ്പിട്ട് തലപൊക്കി നിൽക്കുന്ന ഈ പാപ സ്വഭാവങ്ങൾ, ഇതിനൊരിക്കലും മാറ്റം വരികയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ ഞാൻ ആരാണെന്ന വെളിപ്പാട് ഓരോ ദൈവപൈതലിനും ഉണ്ടാകണം. അതാണ് 2 Corinthians 5:17 പരിശുദ്ധാത്മാവ് ഇവിടെ പൗലോസിൽ കൂടി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ മനുഷ്യന് തന്റെ സ്വഭാവം മാറ്റാൻ കഴിയും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. ആ തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കണം. പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നും, ഏതോ ഒരു കാലഘട്ടമായിരുന്നു പഴയത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചൊരു കാലഘട്ടം, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചൊരു കാലഘട്ടം, പഴയ മനുഷ്യൻ എന്നൊരു മനുഷ്യൻ തലപൊക്കി നിന്ന കാലഘട്ടം, അതിനെ കുഴിച്ചിട്ട്, അതിനെ മരവിപ്പിച്ച്, അതിനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ ജീവിതം, അതാണ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ. അതിന്റെ 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ച 2 Corinthians 5:18 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്വയമായി ചെയ്യുന്നതല്ലോ ഇത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അവിടെ നാം തിരിച്ചറിയണം, ഇത് സംഭവിക്കുന്നത് ദൈവം മൂലമാണ്. സ്വയം തീരുമാനം എടുത്തത് കൊണ്ടോ സ്വയം പ്രവർത്തിച്ചത് കൊണ്ടോ വി കനോട്ട് ബി എ ബ്രാൻഡ് ന്യൂ മാൻ, നമുക്കൊരു പുതിയ മനുഷ്യൻ കഴിയത്തില്ല. ഇതിന് ദൈവം തന്നെ കാരണഭൂതൻ. യേശു മനുഷ്യവേഷം എടുത്ത്, ഹല്ലേലൂയ, ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു നല്ല മനുഷ്യൻ എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ 33.5 വർഷം, കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, യേശുവിന്റെ 30-ാമത്തെ വയസ്സിൽ പ്രവൃത്തി തുടങ്ങി, പിന്നെ 3 പെരുന്നാളിന് പോയി, പിന്നെ അടുത്ത പെരുന്നാളിന് 6 മാസം മുമ്പ് ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ 33.5 വയസ്സെന്നൊക്കെ പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് 33.5 വയസ്സിൽ യേശു മരിച്ചെന്നൊക്കെ. ഇനി അത് മാറ്റാനും തിരുത്താനും ഒന്നും പോണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ എന്ന് അവർ പറയുന്നുള്ളതുകൊണ്ട് യേശുവിന്റെ 50-ാമത്തെ വയസ്സായില്ല എന്നൊരു നല്ലൊരു കാര്യം ഉറപ്പാണ്. എനിവേ, യേശുവിന്റെ നല്ല യൗവന പ്രായത്തിലാണ് യേശു മരിച്ചത്. ഈ മണ്ണിൽ യേശു ഇറങ്ങി വന്നത് യഹൂദ മതത്തെ മിനുക്കി പണിയാനല്ല. പലസ്തീന്റെ മണ്ണിൽ പിറന്നു ബെത്ലഹേമിൽ ജാതനായി നസ്രിയത്തിൽ പാർത്തു, ഗലീലയിൽ നിന്ന് സഞ്ചരിച്ച് കഫർനഹൂമിലും കപ്പദോക്യയിലും ഒക്കെ യേശു സഞ്ചരിച്ചു കാണാം. പക്ഷേ യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം യഹൂദ മതത്തെ പുതുക്കി പണിയാനല്ലായിരുന്നു. യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം പാപികളായ മാനവജാതിയെ പുതുക്കിപ്പണിയാനായിരുന്നു. സ്തോത്രം. നിലത്ത പൊടിയിൽ നിന്ന് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരചലനം, അവന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതിയതുപോലെ, ഹല്ലേലൂയ, ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നിർജീവമായി പോയ അവന്റെ ഉള്ളിലെ ദൈവത്വത്തെ, ആത്മീയ മനുഷ്യനെ, ആ മനുഷ്യനെ ആത്മാവിൽ പുനർനിർമ്മാണം ചെയ്യുവാനായിരുന്നു യേശു ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിലാകുക എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് പൗലോസ് അവിടെ സമ്മറൈസ് ചെയ്തത്. 3 തരത്തിലാണ്. ഒന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, ഒന്ന് പ്രാകൃത മനുഷ്യൻ, അല്ലെ, പ്രാകൃത മനുഷ്യൻ. 2 ജഡീകൻ, 3 ആത്മീകൻ. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷമാണ്. ഈ പ്രാകൃതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ മാനാണ്. നാച്ചുറൽ. നമ്മൾ ഈ ആൾക്കാർ ഓർക്കും അവൻ സഭക്കാരനല്ല, അവന് തെറ്റിദ്ധരിക്കുക ചെയ്യരുത്, സഭയ്ക്കകത്ത് വന്ന് ചിലപ്പോൾ സഹായം കൂടിയേക്കും. നാച്ചുറൽ ആണ്, സ്വാഭാവിക മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മാഭാഗത്തൊന്നുമില്ല, മരിച്ചവനാണ്, അവന്റെ ആത്മാവ് മരിച്ചവനാണ്. പിന്നെ ഉള്ളത് ജഡമാണ്, ഫ്ലഷ്. അതിന്റെ കൂട്ടത്തിൽ പിന്നെ സോൾ എന്ന് പറയുന്ന അകത്തെ എന്താ പറയുന്നത്, നമ്മുടെ വിചാര വികാരങ്ങളൊക്കെ ഉണ്ട്. ദേഹം, ദേഹി എന്നൊക്കെ പറയാം. ദേഹം, ദേഹി, ആത്മാവ്. ദേഹവും ദേഹി മാത്രമേ ഉള്ളൂ പ്രാകൃത മനുഷ്യന്. ദേഹമുണ്ട്, പിന്നെ എന്തോ ഉണ്ട്, ദേഹിയുണ്ട്. ആത്മാവ് മരിച്ചു കിടക്കുക, ആത്മാവോട് ഒരു ബന്ധമില്ല. ദേഹമുണ്ട്, പക്ഷേ ദേഹം പറയുന്ന പോലെ ദേഹി ജീവിക്കത്തുള്ളൂ. ദേഹം പറയും കൊല്ലണം, വെട്ടണം, തിന്നണം, കുടിക്കണം, പോണം, വരണം, എനിക്ക് വിശക്കുന്നു. ഉടനെ ദേഹി പറയും അതിനെന്താ നല്ലതല്ലേ. അപ്പൊ പിന്നെ ഈ ബുദ്ധി കൊണ്ട് ജ്ഞാനം, വിവേകം, അറിവ് എന്നൊക്കെ പറഞ്ഞ സാധനം കൊണ്ട് റെസ്റ്റോറന്റ് പേര് പറഞ്ഞു കൊടുക്കുന്നതും, ആരെ അല്ലെങ്കിൽ എന്ത് പറയണം, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കൊടുക്കുന്നതൊക്കെ ദേഹത്തിന് വേണ്ട ദേഹക്രിയ എന്ന് പറയുന്ന ദേഹക്രിയ ചെയ്യുന്ന ജോലിയാണ് ദേഹിക്കുള്ളത്. എന്നാൽ ജഡീകൻ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവനാണ്. ആത്മാവുണ്ട് കേട്ടോ, പുള്ളി ഇങ്ങനെ ഇച്ചിരിയൊക്കെ ജീവിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും, ചലിച്ചൊക്കെ ഇരിക്കാം, ഒരു അനക്കമൊക്കെ ഉണ്ട്. സവായത്തിനൊക്കെ വരുമ്പോൾ നല്ല കയ്യടിയാണ്, അടുത്ത് മാർക്കി ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര തകർപ്പാണ്. പ്രസംഗത്തിനകത്ത് നിന്നെ കൊല്ലും ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുമ്പോൾ നിൽക്കുന്നത്. അതിനും കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലായിടത്തും പ്രാർത്ഥിക്കണം, 1.5 മണിക്കൂർ നിർത്താതെ പ്രാർത്ഥിച്ചോളെ. ക്രൈസ്തലോട് ഹല്ലേലൂയ. എന്ത് വേണമല്ലോ, ദൈവവേലയ്ക്കോ സുവിശേഷ വേലയ്ക്കോ, പിന്നെ
ഹല്ലേലൂയ. 500 രൂപയുടെ സൈക്കിൾ കൊടുക്കാൻ വേണ്ടി 5000 രൂപ മുടക്കി പോകും. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ആത്മാവിന് അങ്ങോട്ട് സ്വാധീനമില്ല. ആത്മാവ് ഉയരാൻ സമ്മതിക്കത്തില്ല. ഒരു പരിധി കഴിയുമ്പോൾ ഞായറാഴ്ച, നിങ്ങളുടെ ഇപ്പൊ എനിക്കറിയത്തില്ല, ഞായറാഴ്ച എനിക്ക് തോന്നുന്നു സഭായം തുടങ്ങി തോന്നുന്നു. ഓക്കെ, അതിന് വെള്ളിയാഴ്ച എന്ന് വെച്ചോ, ഞായറാഴ്ച എപ്പോഴായിക്കോട്ടെ, 12 കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവിനെ ചലിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇവർ രണ്ടുപേരുടെ ദേഹവും ദേഹിയും കൂടെയുള്ള കളിയാണ്. സഭായോഗത്തിന് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, സൂം മീറ്റിംഗ് വരുമ്പോൾ, പ്രയർ ലൈനിൽ കയറുമ്പോൾ മാത്രം ആത്മാവിനോട് പറയും കുറച്ചു നേരം അനങ്ങിയൊക്കെ ഇരുന്നു. കാരണം പുള്ളിയാണല്ലോ ഈ കണക്ഷൻ, ദൈവവുമായിട്ടുള്ള കണക്ഷനുള്ള പാർട്ടി ആത്മാവാണ്. റിസീവ് ചെയ്യും. നല്ല പോയിന്റാണ്, 7 പോയിന്റ് ഉണ്ടായിരുന്നു, ഗുഡ്, ഇനി 8 കൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്പൊ ആത്മാവും ദേഹിയും, ഹല്ലേലൂയ, ആത്മാവിനോട് എപ്പോൾ ദേഹി ചേർന്ന് നിൽക്കുന്നോ അന്നേരെ ജഡം തോൽക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിന്റെ ആലോചനയ്ക്ക്, അതുകൊണ്ടാണ് അവിടെ കൊരിന്ത്യലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പദം നിങ്ങൾ വായിച്ചാല് അതിന്റെ അർത്ഥം മനസ്സിലായി. ഹി അപ്രൈസസ് എവരിത്തിങ് എന്നാണ്. അപ്രൈസസ് എന്ന പദം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെട്ടിടം, ഒരു സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു അണ്ടർ റൈറ്റർ കമ്പനി വിട്ടിട്ട് ഇതിന് വില എന്തുണ്ടെന്ന് വില നോക്കും. ഓരോ സ്ഥാനങ്ങളും ഇൻസ്പെക്ട് ചെയ്തിട്ട് അപ്രൈസ് എന്നാ പറയുന്നത്. ആത്മീയൻ മൂല്യം നോക്കും. ഒരു വിഷയം കേട്ടാൽ ഇതിനകത്ത് ആത്മീയത്തിന്റെ എന്ത് മൂല്യമുണ്ട്. സഭയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യുന്നത് ബുദ്ധി കൊണ്ടല്ല. ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ, ഇത് ഇങ്ങനെ പരിഹരിച്ചാൽ സ്വർഗത്ത് ഇതിന് എന്ത് മാർക്കിടും എന്ന് നോക്കാം. ഹി അപ്രൈസസ് ഓൾ തിങ്സ് എന്നാ. അവൻ സകലത്തെയും വിവേചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്വർഗം, അവസാനം സ്വർഗം കൈയടിക്കുവോ സഭക്കാർ കൈയടിക്കുവോ? ജനറൽ ബോഡിയിലാണെങ്കിൽ 3/2 ഭൂരിപക്ഷം അല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ദൈവത്തിന്റെ അംഗീകാര പത്രം ഉണ്ടോന്നില്ല. അതാണ് ആത്മീയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾ ആത്മീയരാകണമെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിലയ്ക്ക് വാങ്ങിയവ മക്കൾ, ഹല്ലേലൂയ, അവർ തന്റെ മർത്യ ശരീരത്തിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. അപ്പൊ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയാണ് നമുക്കിത് സാധ്യമായത്. അപ്പൊ പാപം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. പുതിയ മനുഷ്യനാകുന്നതിന്റെ, നമ്മൾ ഇന്ന് എൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ആകത്തുള്ളൂ. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കണം. കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ന് എനിക്ക് 5-ാം അധ്യായത്തിലോട്ട് കയറാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് ഞാൻ പഴയ മനുഷ്യൻ എന്നിൽ നിന്ന് മാറിപ്പോകേണ്ടത് എന്ന് പറയാൻ വരികയാണ്. പാപം എന്താണ്? പാപത്തിന്റെ ശമ്പളം എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പാപം എന്നൊക്കെ പറഞ്ഞ ഉടനെ ഗ്രീക്ക് പദം തപ്പിപ്പോകും. ഹമാർട്ടിയ എന്നൊക്കെ പറഞ്ഞ് അതിനെ പിടിച്ചോണ്ട് വരും, ലക്ഷ്യം തെറ്റുക എന്നൊക്കെ. ഹല്ലേലൂയ. അതൊക്കെ നമുക്ക്, പക്ഷെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് തരും. എപ്പോ എങ്ങോട്ടാ? പാട്ടല്ല സിയോൻ സഞ്ചാരി ഞാൻ മോക്ഷയാത്രക്കാരനാണെന്നാ പാടുന്നത്. അപ്പൊ അവന് ഹമാർട്ടി ഒന്നും ഇല്ല, അത് ഉറപ്പാണ്. പക്ഷെ പാപം എന്താണെന്ന് ഞാനൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ പറയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ 100% എടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. കാരണം ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാകാറില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കാര്യമില്ല. എനിക്ക് മനസ്സിലായത് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെ കുറിച്ച് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. ഹല്ലേലൂയ. അപ്പൊ പാപത്തിന്റെ ഒരു നിർവചനം അവിടെ കാണുകയാണ്. ദൈവ തേജസ് നഷ്ടപ്പെട്ടതാണ് പാപം. ദൈവ തേജസ് നഷ്ടപ്പെട്ടതാണ് പാപം. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ നഗ്നനെന്ന് തോന്നിയത്. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് പ്രവേശിക്കണം. അപ്പം എന്താണ് ദൈവ തേജസ് എന്ന് അറിയണം. നമ്മൾ ഈ ദൈവ തേജസ് എന്നൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ അയ്യോ പാസ്റ്റർ നല്ലപോലെ പ്രസംഗിച്ചുകൊണ്ട് ചിലപ്പോൾ 4 കിരീടം കിട്ടും, ഈ അമ്മ കൂടെ തുള്ളുന്ന കണക്ക് ഒന്നിന്റെ മണ്ടയ്ക്ക് വേറൊന്ന് വെച്ചിട്ട്. ദൈവമക്കളെ, കിരീടം എന്ന് പറയുന്നത് ഈ രാജാക്കന്മാർ വെക്കുന്ന ആ തലയിൽ വെക്കുന്ന തൊപ്പിയുടെ കാര്യമല്ല, നമ്മുടെ തേജസ് കണ്ടാണ്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങൾ തേജസ് വേറെ. ഓരോന്നിനും ഓരോ തേജസ് ഉണ്ട്. നമ്മളെ കാണുമ്പോൾ തേജസ് കൊണ്ടാണ് അറിയപ്പെടേണ്ടത്. ചിലത് ഇങ്ങനെ കരിഞ്ഞു വാടി ഇരിക്കും. അവിടെ സ്വർഗത്തിലൊക്കെ പോകും, പക്ഷേ ഒരു തേജസ്സും കാണത്തില്ല. അപ്പൊ കരിഞ്ഞു വാടി ഇങ്ങനെ ഇരിക്കും. അതാണ് താനോ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു നേട്ടവും ഇല്ല, പക്ഷെ താനോ രക്ഷിക്കപ്പെടും. കൊരിന്ത്യലേഖനത്തിലെ വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മാസങ്ങളോളം ഇരുന്ന് ധ്യാനിച്ചെങ്കിലേ നമുക്കിതൊക്കെ ഒരു ആവേശമായിട്ട് മാറത്തുള്ളൂ. അപ്പൊ പൗലോസ് പറയാണ്, അല്ലെങ്കിൽ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസം. ദൈവ തേജസ്, മാറിപ്പോകുന്ന തേജസ് ആയിരുന്നു മോശയ്ക്ക് കിട്ടിയത്. നമ്മൾ ഈ മോശയുടെ ചരിത്രമൊക്കെ സഭയെ പ്രസംഗിക്കുന്നതുകൊണ്ട് എടുത്തു പറയുന്നു. മോശയ്ക്ക് കിട്ടിയ തേജസ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, മോശയല്ല പറഞ്ഞു, ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, എന്റെ മുഖത്തെ തേജസ് ഞങ്ങൾക്ക് നോക്കാൻ പേടിയാവുന്നു, എന്ത് ചെയ്യണം? ഒരു മൂടുപടം ഇടണമെന്ന് പറഞ്ഞു. അഹരോനും ഒക്കെ പറഞ്ഞു, പുള്ളി മൂടുപടം ഇട്ടു. പക്ഷെ പൗലോസ് എഴുതിയപ്പോ പറഞ്ഞു, ആ തന്റെ മുഖത്തുള്ള തേജസ് നീങ്ങിപ്പോകുന്നതായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. മലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ല തേജസ്സാ, താഴെ വരുമ്പം ഇത് മാറിപ്പോകും. നാട്ടുകാർ അറിയണ്ടല്ലോ. അതിന് അഹരോനും ഹൂരും മിരിയാമും അച്ചാനും കൊച്ചമ്മയൊന്നും അറിയണ്ട എന്റെ തേജസ് പോയ കാര്യം.
നമ്മുടെ തേജസ് പോയെന്ന് എങ്ങനെ ഭാര്യ അറിയുന്നത്? വീട്ടിൽ ചെന്നാൽ അറിയാൻ പറ്റും. പ്രസംഗിച്ച് കഴിയുമ്പോൾ തേജസ് ഉണ്ടോ ഇല്ലയോ എന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചാൽ അറിയാം, തേജസ് മാറിപ്പോകുന്നോ അല്ലേ? ഭർത്താവിന്റെ തേജസ് ഉണ്ടോ, ഭാര്യയ്ക്ക് തേജസ് ഉണ്ടോ, പാസ്റ്റർക്ക് തേജസ് ഉണ്ടോ, വിശ്വാസികൾക്ക് തേജസ് ഉണ്ടോ എന്ന് വീട്ടിൽ ചെന്ന് പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും, ഈ ഞായറാഴ്ച കണ്ട തേജസ് വീട്ടില് ഉണ്ടോ എന്ന്. ഇത് ആരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നതാണ് മാസ്ക്. ഇനി കോവിഡിന്റെ മാസ്ക് ഒക്കെ മാറി, എന്നാലും പെന്തിക്കോസുകാരന് പണ്ടേ സ്വതവേ എന്തുണ്ട്, ഒരു മൂടുപടമുണ്ട്. സഭയെ വരുമ്പോൾ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് അന്യഭാഷ പറഞ്ഞു നോക്കും. കാരണം അന്യഭാഷ പറയാൻ പറ്റിയാൽ ഉറപ്പാ ഞങ്ങൾ എവിടെ തന്നെ നിൽക്കുന്നതെന്ന്, കൃപയിലാ നിൽക്കുന്നതെന്ന്. സ്വന്തം ഭാഷയിൽ കൂട്ടുകാരനോട് സംസാരിക്കാത്ത ഞാൻ അന്യഭാഷ അരമണിക്കൂർ പറഞ്ഞുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നതൊരു സത്യമാണ്. നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പം ദൈവ തേജസ് മാറുന്നതാണ് പാപം. അപ്പൊ ഇനി ദൈവ തേജസ് എന്താണെന്ന് അറിയണം. ഞാൻ ഇതിന്റെ വചനം വ്യാഖ്യാനിക്കുകയാണ്. യോഹന്നാൻ 1:14 നേരത്തെ പറഞ്ഞ പോലെ, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്. അപ്പൊ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ യേശുവാണ്. ഈ തൃത്വവും ത്രിയേകത്വം ഒക്കെ കിടന്നങ്ങ് കളിച്ചാകെ പ്രശ്നമാണ്. അത് വ്യാഖ്യാനിക്കാൻ പോകുന്നവൻ മണ്ടനാണ്. കാരണം ഇത് വ്യാഖ്യാനിച്ച് തെളിയിക്കുന്ന സാധനമല്ല, അകത്ത ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കുന്ന. 5ാം ക്ലാസ്സിൽ പഠിക്കാത്ത റബ്ബർ വെട്ടുന്ന എൻ്റെ അച്ചായന് തൃത്വം എന്താന്ന് മനസ്സിലായെങ്കിൽ ഈ MDHും PhDയും കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിന്റെ മുന്നിൽ പോയിരിക്കുന്നവരും മണ്ടന്മാരാണ്. ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ അതിലും മണ്ടന്മാരാണ്. ദൈവമാണ് യേശുവെന്നും ദൈവമാണ് പരിശുദ്ധാത്മാവെന്നും തിരിച്ചറിയുവാൻ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് യേശുവിൽ കൂടെയും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. അത്രയേ ഉള്ളൂ ദൈവമക്കളെ. ഇതിന്റെ ആളത്വവും അളത്വവും ഒക്കെ മാറിയിട്ട് വാക്യങ്ങൾ കണ്ടുപിടിച്ച് വെറുതെ കഷ്ടപ്പെടുന്നതിനേക്കാൾ അകത്ത മനുഷ്യനോട് പറഞ്ഞു കൊടുത്താട്ട് ദൈവത്തിന്റെ സ്നേഹം, ചാർച്ചക്കാരൻ വേണം വീണ്ടെടുപ്പിന് വേണ്ടി മരിക്കണമെങ്കിൽ മനുഷ്യന്റെ രൂപമുള്ള ഒരുത്തരു മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനായതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. തുടർമാനമായി ജീവിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം വേണമെന്ന് അറിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്റെ സാന്നിധ്യം തന്റെ ആളത്തമായി അല്ലെങ്കിൽ ഈ അരൂപിയായ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ്. നിസ്സാരമായി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ എക്സ്പ്രസിബിൾ, ഇബ്രാഹിം പറയുന്നുണ്ട്, തത്വത്തിന്റെ മുദ്ര, തേജസിന്റെ പ്രതിമയാണ് ആര്? യേശു ക്രിസ്തു. അപ്പം ഈ തേജസ് ഇല്ലാത്തതാണ് പാപം. ഒന്നും കൂടെ വിശദീകരിക്കാം നിസ്സാരമായിട്ട്. ആരെങ്കിലും പാപം എന്ന് ചോദിച്ചാൽ യേശു ഇല്ലാത്തതെല്ലാം പാപമാണ്. തീർന്നല്ലോ അവിടെ പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനകത്ത് യേശു ഇല്ല? വീട്ടിനകത്ത് ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന ബോർഡല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കഴിക്കുന്നിടത്തും കുടിക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും കിടക്കുന്നിടത്തും സംസാരിക്കുന്നിടത്തും യേശു ഇല്ലെങ്കിൽ അതിന്റെ പേര് പാപം. മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവ തേജസ് ആണെങ്കിൽ ആ ദൈവ തേജസ് മടക്കി കൊടുക്കുവാനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക്, പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. സ്തോത്രം. പാപത്തിനൊരു രൂപമുണ്ട്. പഴയ സൃഷ്ടി പാപത്തിന് എപ്പോഴും ഒരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ പേര് നഗ്നമെന്നാണ്. നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? നഗ്നത മറയ്ക്കാനാണ്. പണ്ട് ഇപ്പൊ അമേരിക്കയുടെയൊക്കെ ഒരു സംസ്കാരം ഇന്ത്യയിൽ പോയി, ഞാൻ ബാംഗ്ലൂർ പഠനത്തിലാണ് എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഇച്ചൂടെ ആ സ്ഥലത്തെ കുറിച്ചാണ് കൂടുതൽ അറിയാവുന്നത്. നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പോയി, ഞാനൊരു പാസ്റ്റർ മോനോട് ജനിച്ചുകൊണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കീറിയ ഷോർട്സും ഒക്കെ തുന്നിക്കെട്ടിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ സഹോദരി അല്ലിയ 3 വർഷം ഒരേ സ്കേർട്ടാണ്. കാരണം അടിവശമൊക്കെ കീറിപ്പോയത് തുന്നിക്കെട്ടിയാണ് കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കീറൽ മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അന്ന്. ഇന്നോ കീറിയ പാൻറ് വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നു, കാശ് കൊടുത്തിട്ട് കീറിയ ജീൻസ് വാങ്ങിച്ചിട്ട് മുട്ടും കാലും കൈയും ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന തലമുറയെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 40 വർഷം മുമ്പ് ഞാൻ നടന്ന കാര്യമാണ്. ഈ കീറൽ മറക്കാൻ പെട്ട പാട് നമുക്കറിയാം. ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നത് അഭിമാനമായി മാറി. വിവാഹ ശുശ്രൂഷകൾക്ക് കുടുംബത്തിലൊക്കെ ചെന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഹല്ലേലൂയ. വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ നഗ്നത കാണിക്കുന്നത്. അപ്പൊ ഏത് വസ്ത്രം ഏത് നിറം എനിക്കറിയത്തില്ല. ഞാനിപ്പോ വെള്ള ഷർട്ട് ഇട്ടേക്കുന്ന നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല, നന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ വട്ടക്കഴുത്തും മുട്ടത്തലയും ക്ലീൻ ഷേവ് ഒക്കെ നല്ലതാ, പാസ്റ്റർമാരുടെ ഐഡന്റിറ്റി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വസ്ത്രധാരണം എന്ന് പറയുന്നത് നിറം നീളത്തിലല്ല, എത്രയും മാക്സിമം കവർ ചെയ്യുന്നോ അതാണ് വസ്ത്രധാരണത്തിന്റെ ക്രിസ്ത്യൻ മോഡസ്റ്റി. അല്ല, അത്രയുള്ള അർത്ഥം. അതിന് ബൈബിളിലുള്ള പദം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ തെളിവായിട്ട് പറഞ്ഞുതരാം. അപ്പം ആദമും ഹവ്വയും അനുസരണക്കേട് കാട്ടിയപ്പോൾ അവർക്ക് ആദ്യമേ ബോധം വന്നത് ഞങ്ങളുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് നഗ്നരെന്ന് ബോധ്യം വന്നു. അന്നും ഇന്നും പാപം ചെയ്യുമ്പോൾ
ദൈവവചനം നിങ്ങളെ വിളിക്കുന്നത് നഗ്നരെന്നാണ്. സ്തോത്രം. എൻ്റെ പ്രസംഗം ഇമ്പകരമായിരിക്കാം, പാട്ടിന് നല്ല ട്യൂണായിരിക്കാം, ഇൻസ്ട്രുമെന്റ് നന്നായിട്ട് വായിക്കുന്നുണ്ട്, ഞാൻ ടൈയും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, പക്ഷെ സ്വർഗത്തിന്റെ കണ്ണിൽ ഐ ആം നേക്കഡ്. ബൈബിളിലെ ഭാഷയെ പറഞ്ഞാൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അഗ്നിജാലക്കത്തുള്ള കണ്ണ് കാണുന്നത് ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ ബ്രാൻഡും വിലയും അല്ല, എൻ്റെ യാഗവാ കാണുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ കാലത്ത് 2 ഫോട്ടോയാണ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇപ്പോഴാ കാലമൊക്കെ മാറിയല്ലോ. ഇപ്പൊ ഞാനെല്ലാം പഴയ ചരിത്ര അല്പം പഴഞ്ഞനാണ് ഞാൻ, അത് വെച്ച് പറയുന്നുള്ളൂ. പഴയ കാലത്ത് ഒന്ന് ഭിത്തിയെ വെച്ചിരിക്കുന്ന കുഞ്ഞമ്മയുടെ അവറാച്ചൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ പഴയ പന്തളത്ത് മോഹന്റെ സ്റ്റുഡിയോയിൽ എടുത്തത്. എല്ലാവർക്കും ഒരേ ടൈ ആണ്, കാരണം ഒറ്റ ടൈ ഉള്ളായിരുന്നത്. ഇന്നാണല്ലോ എല്ലാവർക്കും ഒരു ഏത് വീട്ടിൽ ചെന്നാലും ടൈ, കറുത്ത ടൈയും അതിലൊരു വരയുണ്ട്. കാരണം ആ സ്റ്റുഡിയോയിൽ ഒറ്റ ടൈ ഉള്ളതാണ് കെട്ടുന്നത്. അവിടെ വരുമ്പോഴാണ് നമ്മൾ ഒരുക്കുന്നത്. അവർ പഴയ കാലത്ത് പാസ്പോർട്ടൊക്കെ എടുക്കാൻ ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് എക്സ്റേ ആണ്. അതാരും ഫ്രണ്ടിൽ തൂക്കി വെക്കാറില്ല. സത്യത്തിൽ അതാണ് നിങ്ങൾ. അകത്ത് ക്ഷയം ഉണ്ടോ, വാട്ടം ഉണ്ടോ, മാലിന്യം ഉണ്ടോ. ക്ഷയം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ലങ്സ് ഒക്കെ ഇന്നത്തെ കാലം അറിയുന്നത് ഈ ഫോട്ടോ വെച്ച്. അല്ലാതെ പന്തളത്തെ സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ കൊണ്ട് കാണിച്ച ഡോക്ടർ പറയുമോ അത് കൊള്ളാലോ, ഇതല്ല പറയുന്നത്. ഇന്ന് സ്കാനിങ് ആയി, CT സ്കാൻ ആയി, MRI ആയി, അതിന്റെ കാലഘട്ടം മുന്നേറി. നിങ്ങൾക്ക് അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ഐഫോണിൽ എടുത്ത ഫോട്ടോ വെച്ചല്ല കണ്ടുപിടിക്കുന്നത്, അകത്ത് എന്താണെന്നുള്ളത്. സ്വർഗം എപ്പോഴും കാണുന്നത് ഉള്ളാണ് കാണുന്നത്. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണം. ഹല്ലേലൂയ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിനെ നടത്തണം. അല്ലാതെ ഞാൻ ചെയ്ത ചാരിറ്റി അതൊക്കെ അതിന്റെ പിന്നീടുള്ള സൽപ്രവൃത്തികൾ വേറെ വിഷയം, നമുക്ക് പഠിക്കണം അത്. അപ്പൊ ഇന്ന് നാം മനസ്സിലാക്കിയത് പാപത്തിന്റെ രൂപം അന്നും ഇന്നും വിരൂപമാണ്. പാപം വിരൂപമാണ്, വൈരൂപ്യം നിറഞ്ഞതാണ് പാപം. എല്ലാരും പറയാവൂ സാരമില്ല കേട്ടോ, എല്ലാരും ചെയ്യുന്നതല്ലേ, സാധാരണ ലോകത്തിന്റെ ഒരു ഇതില്ലോ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, എൻ്റെ പച്ച മലയാളത്തിൽ പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്, ഉടുതുണി ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യനാണ് പാപി. സ്തോത്രം. നിങ്ങൾ അങ്ങനെ പരസ്യമായി ഇറങ്ങുവാൻ സുബോധമുള്ള ആരും താല്പര്യപ്പെടത്തില്ലല്ലോ. നന്നായി ഒരുങ്ങി വസ്ത്രം ധരിച്ചു മാത്രമല്ലേ പുറത്തിറങ്ങൂ. വ്യാജം പറയുമ്പോൾ, കൂട്ടു സഹോദരന് വിരോധമായി സംസാരിക്കുമ്പോൾ, ദൈവദാസന്മാരെ, ദൈവമക്കളെ കുറ്റം പറയുമ്പോൾ, അപവാദം പറഞ്ഞു പരത്തുമ്പോൾ, അറിയാത്ത കാര്യം അറിഞ്ഞതുപോലെ പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടുമ്പോൾ, ദൈവനാമം മഹത്വപ്പെടാത്ത വിഷയങ്ങൾ ചെയ്യുമ്പോൾ, സ്വർഗത്തിന്റെ കണ്ണിൽ നിങ്ങൾക്കൊരു രൂപമുണ്ട്, വൈരൂപ്യം. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. തെളിവായിട്ട് പറയാം, ഇതെല്ലാം ബൈബിളിൽ നിന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 53-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും നമ്മളിതൊക്കെ വായിക്കുന്നത് കർത്തൃമേശയുടെ സമയത്ത് ഒരു ആവേശം വരാൻ വേണ്ടി വായിക്കുന്നതാണ്. നല്ല കാര്യം. കർത്താവിന്റെ മേശയുടെ സമയത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്യം എടുത്ത് നിങ്ങളാരും ഞാനൊന്ന് വായിക്കാം. പിന്നെ വായിക്കുമ്പോൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവ് 52-ന്റെ അവസാനത്തെ വാക്യമാണ് 14-ാം. അവന്റെ രൂപം കണ്ടാൽ ആളല്ല, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറു വിരൂപമായിരിക്കും. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂശിൽ കിടക്കുന്ന യേശു, അവിടെ കിടക്കുന്നത് എൻ്റെ പാപം ചുമന്നാണ് കാൽവറിയിൽ കയറിയത്. എൻ്റെ അകൃത്യം അവന്റെ മേൽ വെച്ചു. ഷിബു തോമസ് എന്ന ഞാൻ കൈകൊണ്ട് ചെയ്ത പാപത്തിന് യേശുവിന്റെ കയ്യിൽ ആണിയടിക്കപ്പെടുന്നു. ഞാൻ ഇനി നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പേര് വെച്ച്, ഞാൻ കണ്ണുകൊണ്ട് നോക്കി രസിച്ച പാപത്തിന് യേശുവിന്റെ കണ്ണ് കെട്ടി തല്ലുന്നു. ഞാൻ പാപവാക്കുകൾ സംസാരിച്ചതിന് യേശുവിന് കയ്പ് കാടി കുടിക്കാൻ കൊടുത്തു. പാപത്തെ മുഖത്തോട് മുഖം നോക്കി ആസ്വദിച്ചതിന് യേശുവിന്റെ കന്നത്തടിക്കുന്നു, മുഖത്തെ രോമം പിച്ചുപറിക്കുന്നു. ഞാൻ പാപവാക്കുകൾ കേട്ട് ആസ്വദിച്ച് ഇമ്പത്തിന് തുള്ളിയതിന് അവിടുത്തെ ചെകിട് കന്നത്തടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തെ തലയിൽ ചിന്തിച്ചതിന്, തലച്ചോറ് കൊണ്ട് പാപത്തിന്റെ മ്ലേച്ഛതകൾക്ക് ചിന്തിച്ചതിന്, ഹല്ലേലൂയ, കൂർത്തുമൂർത്ത മുള്ളുകളുള്ള മുൾക്കിരീടം ധരിപ്പിച്ചിട്ട് കോലുകൊണ്ടടിച്ച് തലയോട്ടികൾ പിളർന്ന് രക്തമൊഴുകുന്നു. പാപത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചതിന് അവന്റെ ചങ്ക് കുത്തിത്തുളയ്ക്കുന്നു. പാപത്തിന്റെ വഴികളിൽ നടന്നതിന് യേശുവിന്റെ കാലുകൾ ആണിയാൽ തുളയ്ക്കപ്പെടുന്നു. പാപത്തെ ചുമലിലേറ്റിയതിന് അവന്റെ വിലാപ്പുറം മുഴവുചാല് പോലെ ഉഴുതുമറിക്കുന്നു. പാപത്തെ ഉടയാടിയായി അണിഞ്ഞ് ഇത് നല്ലതെന്ന് പറഞ്ഞ് ആഘോഷിച്ചതിന് അവിടുത്തെ വസ്ത്രം അടിച്ചു മാറ്റി ധൂമ്ര വസ്ത്രവും ഹല്ലേലൂയ അവനെ ശുഭ്രവസ്ത്രമൊക്കെ ധരിപ്പിച്ചു പരസ്യകോലമാക്കുകയും അങ്കി അടിച്ചു മാറ്റി അരയിൽ ഒരു തോർത്ത് മാത്രം ചുറ്റപ്പെട്ടവനായി അർത്ഥനഗ്നനായി പരസ്യകോലമാക്കി ക്രൂശി കിടക്കുന്നു.
ക്രൂശി കിടക്കുമ്പോൾ അവന്റെ പുറം ഇങ്ങനെ ഉഴവുചാല് പോലെ ഉഴുതു മാറിയെന്നാ പറയുന്നത്. മുഖത്തെ രോമം പിച്ചിപ്പറിച്ചാൽ നിങ്ങൾക്കറിയാലോ അതിന്റെ രൂപം എങ്ങനെ ഇരിക്കുന്നു. മാംസങ്ങൾ അടർന്നു മാറി. സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞാൽ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. 2, അസ്ഥികൾ എണ്ണാം. നിങ്ങൾ ഒരു മ്യൂസിയത്തിൽ പോയി ഒരു സ്കെലിട്ടൻ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കടയിൽ പോയി ഒരു മൃഗത്തിന്റെ കൊന്നിട്ട് അതിന്റെ തോൽ ഉരിഞ്ഞ് അതിന്റെ മാംസം ചെത്തിയെടുക്കുമ്പോൾ അസ്ഥികൾ കാണുന്ന പോലെ യേശു ക്രൂശി കിടക്കുന്നത്. അത് കണ്ടിട്ട് 800 വർഷം മുമ്പ് പ്രവാചകൻ ആത്മാവിൽ കണ്ടിട്ട് പറയാണ്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ലെന്ന്. ആരെയാ? എൻ്റെ യേശുവിനെ. 10,000ങ്ങളുടെ അതിശ്രേഷ്ഠൻ, ദൂതന്മാരുടെ ആരാധന കേന്ദ്രം, ശാരോനിലെ പനനീർ പുഷ്പം. ഹല്ലേലൂയ, ഹീസ് ദ ലില്ലി ഓഫ് ദ വാലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്ന സുന്ദരനായ, ഇവനെ പോലെ ആരുമില്ല എന്ന് പറയുന്ന എൻ്റെ യേശുവിനെ കണ്ടാൽ രൂപമില്ല. ഇനിയും 53 2 തൊട്ട്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് മുളയ്ക്കുന്ന വിത്ത് പോലെ. അവന് രൂപഗുണമില്ല, ക്രൈസ്തലോ, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രനായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞു. അങ്ങനെ അല്ലായിരുന്നല്ലോ യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ. അവന്റെ അടുക്കളൊന്ന് വരാൻ വേണ്ടി ആൾക്കൂട്ട് ഓടുവല്ലായിരുന്നു. അവനെ തൊടാൻ വേണ്ടിയല്ലയോ ആൾക്കാരെ ഓടി വന്നത്? ശിശുക്കളെ കൊണ്ട് നിർത്തിയത് എന്തിനാ? കൈ ഒന്ന് വെക്കാൻ വേണ്ടിയല്ലയോ? ഇപ്പൊ എന്താ കാണുന്നത്? 3.5 വർഷം കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? അവനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞു. അവൻ വിരൂപമായിരുന്നു. ഈ വൈരൂപ്യമാണ് പാപത്തിന്റെ വൈരൂപ്യം. കാൽവറിയിൽ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ട് നുറുക്കപ്പെട്ട് മനുഷ്യൻ അറയ്ക്കുന്ന രീതിയിൽ മുഖത്ത് തുപ്പലേറ്റവനായി, അസ്ഥിപഞ്ചരമായി, കണ്ടാൽ മനുഷ്യൻ നിന്ദിച്ച് തലകുലുക്കി കടന്നുപോയി. കാരണം പാപത്തിന്റെ ബൈബൽസ് രൂപം. ഇതാ അന്നും ഇന്നും. ദൈവ തേജസ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് യേശു അതാ ചോദിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. ആ തേജസ് പോകുന്നതാണ് ദൈവമക്കളെ പാപത്തിന്റെ ഭീകര രൂപം. ഭാര്യയോട് ഉച്ചത്തിൽ കയർത്ത് കാര്യമില്ലാതെ അർത്ഥമില്ലാതെ സംസാരിക്കുമ്പോൾ, ഭർത്താവിനെ അനുസരിക്കാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുമ്പോൾ, സഭയിൽ കലഹമുണ്ടാക്കുമ്പോൾ, കാര്യമറിയാതെ പ്രതിസന്ധിയിൽ ചെന്നുപെടുമ്പോൾ ഓർത്തോണം, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഈ രൂപമായിരിക്കും. എനിക്കും നിങ്ങൾക്കും ഈ വൈരൂപ്യമാണ്. ഹല്ലേലൂയ. ഈ വൈരൂപ്യം മാറ്റാനാണ് നമ്മുടെ നിന്ന ക്രിസ്തുവിന്റെ മേൽ വീണിട്ട്. ഹല്ലേലൂയ. സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആ പഴയ സ്വഭാവം മാറി, പാപം ക്ഷമിക്കപ്പെട്ട്, നമ്മുടെ പാപം കണക്കിടാതെ മറന്നു കളഞ്ഞ്, ഹല്ലേലൂയ, പാപത്തെ, പാതാളത്തെ, പിശാചിനെ യേശു തകർത്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ അവൻ മരിച്ചു, ഞങ്ങളും അവനോടൊപ്പം മരിച്ചു. ആ വിശ്വാസത്താൽ അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ നാമും പുറത്തു വന്നിട്ട് നമുക്കെതിരെയുള്ള സകല കുറ്റങ്ങളെയും പാപങ്ങളെയും സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചു കളഞ്ഞ്, കാർമുകിലിനെ പോലെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞ്, പാപങ്ങളെ പുറകിലെറിച്ചു കളഞ്ഞ്, ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ എന്റെ ലംഘനങ്ങളെ മാറ്റിക്കളഞ്ഞു എന്ന ബോധ്യമുണ്ടായി ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ് പുതിയ സൃഷ്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ്സോടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ് ദൈവിക സൃഷ്ടി. ആ തിരിച്ചറിവ്. ഹല്ലേലൂയ. നമുക്ക് വീടും വീട്ടുകാരും നാട്ടുകാരും ഒന്നും മാറുന്നില്ല, ജോലി മാറുന്നില്ല, നമ്മുടെ ജീവിത ശൈലികൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളൊന്നും അവിടെ മാറുന്നില്ല. പക്ഷെ സ്വഭാവത്തിനൊരു മാറ്റം. ഈ മാറ്റമാണ് നമുക്കുണ്ടാകുന്ന രൂപാന്തരം. എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞെന്ന് തോന്നുന്നത്തെ കഴിഞ്ഞെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ ഞാൻ നിർത്താം, ഇല്ലെങ്കിൽ 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഷിബുവിനെ കണ്ടിപ്പോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ മാറ്റത്തിന് നമ്മൾ എടുക്കേണ്ട ചിന്ത, ഒന്ന്, ഹൗ ഡു വി നോ ദാറ്റ് വി ആർ എ ന്യൂ ക്രിയേഷൻ? എനിക്ക് മാറ്റമുണ്ടായെന്ന് ഞാൻ എങ്ങനെ അറിയും? 2, how does the world or the people around us know that I am a changed, a brand new person? എൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ എങ്ങനെ അറിയും എനിക്ക് മാറ്റം ഉണ്ടായി? ഈ 2 ചിന്തകളാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. ഒന്ന്, ഞാൻ അറിയണം എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന്. നമ്മൾ പറഞ്ഞത് എൻ്റെ സ്വഭാവം എനിക്ക് പോലും പിടിക്കുന്നില്ലെന്ന്. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്?
നമ്മുടെക്ക് മാറ്റം ഉണ്ടായെന്ന് നമ്മൾ അറിയണം. 2, 4 പേരറിയണം നമുക്ക് മാറ്റം ഉണ്ടായെന്ന്. അപ്പം ഇതിനൊന്ന്, ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് ഉണ്ട്, ബാഹ്യമായ മാറ്റം. 2, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ, ആന്തരിക മാറ്റം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നത്. പുറത്ത് പ്രകടമായ വ്യത്യാസം വരണമെങ്കിൽ അകത്ത് ആന്തരിക രൂപാന്തരം ഉണ്ടാകാത്തത്. ഇനി പുറമെയുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വസ്ത്രധാരണം, സംസാര രീതി, ഇടപാടുകൾ, ഇതൊക്കെയാണ് പുറമെയുള്ള നമ്മുടെ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. അകത്ത് ആഴമേറിയ രൂപാന്തരം എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ പൊങ്ങാൻ സമ്മതിക്കത്തില്ല. അതിന്റെ സകല പാഷൻ ആൻഡ് പ്ലഷേഴ്സ്, രാഗ മോഹങ്ങളെ പിടിച്ചമർത്തുന്ന, നേരത്തെ ഓർപ്പിച്ച ആത്മീയന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ഈ മരത്തിന്റെ കൊമ്പ് മുറിക്കുന്ന പോലെ. മരത്തിന്റെ കൊമ്പ് ഈ ഇവിടെ ഞങ്ങളുടെ ബാക്കിയാലൊക്കെ വല്ലപ്പോഴൊക്കെ മഞ്ഞ് കഴിയുമ്പം കറിവേപ്പിലൊക്കെ കിളിച്ചു വരും. അത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കൊമ്പൊക്കെ മുറിച്ചു കളയും. ഭയങ്കര കണ്ട പാവത്താൻ ഇങ്ങനെ ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിനെക്കാട്ടി ശക്തിയോടെ വീണ്ടും എന്ത് ചെയ്യും? ഇത് മുളച്ചു വരും. നമ്മുടെ ഈ കേരള പെന്റിക്കോസ്റ്റലിസം പലപ്പോഴും ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പ്രധാനമായി 2 വേർപാടാണ് പ്രാരംഭകാലത്ത് പെന്തിക്കോസുകാർക്ക് ഉണ്ടായിരുന്നു. 1 ആഭരണ വർജനം, 2 ആഡംബര വർജനം. 1 ആഭരണ വർജനം, 2 ആഡംബര വർജനം. ഒരിക്കലല്ലേ സഹോദരിമാരെയൊക്കെ കണ്ടാലല്ലേ കഴുത്തും കാതും ഒക്കെ ഒഴിഞ്ഞവരായി എന്ന് പറഞ്ഞാൽ ആഭരണമെല്ലാം മാറ്റി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് സഹോദരിമാർ പുറത്തിറങ്ങുന്നു. സഹോദരന്മാരൊക്കെ മുഖത്തല്ല കുമ്പളങ്ങ പോലെ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് വെച്ച് പിന്നെ വെള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് എവിടെ കണ്ടാലും ബൈബിളിൽ ഇങ്ങനെ ബൈബിളെ പിടിച്ചോണ്ട്, ചന്തയിൽ പോലും ബൈബിൾ പിടിച്ചോണ്ടേ പോകത്തുള്ളായിരുന്നു. അല്ലേ, മാർക്കറ്റിൽ പോകുമ്പോൾ എന്തോ ബൈബിൾ പിടിച്ചോണ്ടേ പോകത്തുള്ളായിരുന്നു. പിന്നെ അങ്ങനെ ഈ പൗരുഷത്തിന്റെ അടയാളമാണ് മീശ എന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ കാലത്ത് എടുത്തിരുന്നത്. എന്നാലും ഇപ്പം മീശ ഇല്ലാത്തവരുടെയൊക്കെ അലർച്ച കേട്ട് കഴിഞ്ഞാൽ മീശ ഒന്നും വേണമെന്നില്ല, പൗരുഷം കാണിക്കാൻ വേണ്ടി. ജനറൽ ബോഡിയൊക്കെ നമ്മൾ കൂടുമ്പോൾ കാണാറുണ്ടല്ലോ. എന്തിനാ, ജനറൽ കൗൺസിൽ കൂടുമ്പോൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധമാണ്. എന്നാൽ കാലപ്പഴക്കത്തിൽ ഇതൊക്കെ നമുക്ക് മുറിച്ചു മാറ്റിയ കൊമ്പുകളായിരുന്നു. തെറ്റിദ്ധരിക്കരുത്, മുറിച്ചു മാറ്റിയ കൊമ്പുകളായിരുന്നു. ഞാൻ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും സഞ്ചരിക്കുന്ന ആള്, ലോകത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. നമ്മൾ ഈ കുമ്പനാട് കാണുന്ന, ശ്രദ്ധിക്കരുത്, തെറ്റിദ്ധരിക്കും. നാളെ ചെന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഈ വെള്ള ജുബ്ബായും പൈജാമയും ആന്ധ്രയിൽ ചെന്ന ഗുണ്ടകൾ ഇടുന്ന വേഷമാണ്. കർണാടകയിലെ എല്ലാ കോൺഗ്രസ്സുകാരും നമ്മളെക്കാട്ടി നല്ല വെള്ള വസ്ത്രം ധരിച്ച് മാത്രമേ ധരിക്കാറുള്ളൂ, പൈജാമ ഇടുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുവാൻ തോന്നും, വിധാന സൗദിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന കണ്ടാൽ. അപ്പം ഈ വസ്ത്രധാരണം അല്ലല്ലോ ഇവിടുത്തെ വിഷയം, അതല്ല ഇവിടെ. എന്നാൽ കാലപ്പഴക്കത്തിൽ മുറിച്ചു മാറ്റിയ കൊമ്പ്, ഹല്ലേലൂയ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കത്തെക്കാൾ നിറവും തിളക്കവുമുള്ള വസ്ത്രങ്ങളും ആഡംബരങ്ങളും നമ്മുടെ അഭിമാനമായി മാറി. അപ്പൊ വേർപാടെന്ന് പറയുന്ന വിഷയത്തിനകത്ത് നമുക്കുണ്ടായ മാറ്റം ഭൗമിക മാറ്റമായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ മുഖത്തോണ്ട് വരുത്തിയ മാറ്റം നാക്കിന് വരുത്തിയില്ല, പ്രവൃത്തിയിൽ വരുത്തിയില്ല. കാരണം വേര് മുറിക്കാത്ത ഒരവസ്ഥയാണ് നമുക്ക്. എന്നോട് അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊമ്പ മുറിച്ചത്, വേര് മുറിച്ചില്ല. പ്രസംഗം കേട്ട് ആവേശമായിരുന്നു, പ്രവാചകം വന്ന് തലയെ കുലുക്കി വെച്ച് സമ്മതിച്ചു, ഇപ്പൊ സമർപ്പിച്ചാൽ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ സമർപ്പിച്ചു. പക്ഷെ വേര് മുറിച്ചില്ല. നമ്മൾ എന്താ മുറിച്ചത്? കൊമ്പ് മുറിച്ചു. ചിലതിന് 6 മാസം, 1 വർഷം, 2 വർഷം, 6 വർഷം കാശ് കൈ വന്നപ്പോൾ ഒക്കെ വീണ്ടും അതിനേക്കാൾ ശക്തിയോടെ നമ്മൾ അറിയാതെ ഈ വൃക്ഷത്തിന്റെ വേരിന് വെള്ളവും വളവും ഇട്ടുകൊണ്ടിരുന്നു. അവസരം എന്ന വളം, അധികാരം എന്ന വളം, നമുക്ക് സ്വയമായുള്ള വളം, ഇതൊക്കെ ഇത് വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ജീവിതത്തിൽ ദൈവവചനം സ്വാധീനപ്പെടുത്തിയില്ല. ഒരു പദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നാളെ നമുക്കത് ചിന്തിക്കണം. യോർദാന്റെ തീരത്ത് യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം അതിന്റെ സൂചന നമുക്ക് തരുന്നു. മരത്തിന്റെ കൊമ്പല്ല വെട്ടേണ്ടത്, വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെക്കണം. ഹല്ലേലൂയ. വേരറുത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സാക്ഷികളാകണമെങ്കിൽ ഉപരിപ്ലവമായ മാനസാന്തരവും ഉണർവും അല്ല നമുക്ക് വേണ്ടത്. നാം യഥാർത്ഥത്തിൽ പുതിയ സൃഷ്ടികളാകണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 7 കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ 7 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെയുള്ള ദിവസങ്ങളിൽ നമുക്കത് പഠിക്കണം. എന്താണ് പുതിയ സൃഷ്ടി? എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ നമുക്ക് സ്വയം അറിയാൻ പറ്റും? എങ്ങനെ 4 പേര് അറിയാൻ പറ്റും നാം ക്രിസ്തുവിൽ രൂപാന്തരം പ്രാപിച്ചവരാണ്? അതുകൊണ്ട്
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന വലിയൊരു കാഴ്ചപ്പാടോടെ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം. ഗോഡ് ബ്ലസ് യു.